Good afternoon, ma'am. Good afternoon. Good You all. afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon. 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 മക്കൾസ് എല്ലാം കൂടെ ഉണ്ടല്ലേ, വെക്കേഷൻ ആയി. Okay, fine. നമുക്ക് സമയം കളയണ്ട because I think it is very tight for 1 hour for doing all these modules. So I hope everybody has that PDF is with you, right? I am not going to share any paper. Okay, so we will have a silent prayer. After that, we will commence our class. Okay, or anybody is there to do prayer? Please, chapter 32. Anyone? Only 74 people, 2 batches together, right? O God, bless our studies and light our mind, strengthen our memories, launch our ways toward what is right, grant us to see truth always, and make us truly wise. Okay. So, first, എനിവേ നമ്മള് മോഡ്യൂൾ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 പാർട്സ് ആണ്. ഓരോ പാർട്ടിലൂടെയും കടന്നു പോയപ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ പാർട്ട് 1 ഇറ്റ് ഈസ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അതിനകത്ത് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും പഠിച്ചു അല്ലെ. ഫിസിക്കൽ ഹെൽത്ത്, ദെൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഇത് മൂന്നും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പറയാമോ എനിവൺ? ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് സമയമല്ല, അതുകൊണ്ടാണ് കേട്ടോ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. നമുക്കറിയാം എങ്ങനെയുള്ള ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള നമുക്കറിയാം എങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എനർജി ഗിവിങ് ഫുഡ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ഉണ്ട്, ബോഡി ബിൽഡിംഗ് ഫുഡ്. സോ വളരെ ടയേർഡ് ആയിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ എങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം? Balanced meal. മീൽ അല്ലെ, എനർജി ഗിവിങ് ഫുഡ്. അയാൾക്കൊരു പൈനാപ്പിൾ ജ്യൂസ് കൊടുത്താലൊന്നും അയാളുടെ ക്ഷീണം മാറില്ല. നല്ല പോലെ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവർ നല്ലതുപോലെ അവര് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണമായിരിക്കണം അവർ കഴിക്കേണ്ടത്. കാരണം അവർക്ക് ഗ്ലൂക്കോസ് ആണ് കൂടേണ്ടത്, ഒരു ഗ്ലൂക്കോസ് ലെവൽ താന്നിട്ടുണ്ടായിരിക്കും അല്ലെ. സോ നമ്മളെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത്, ദാറ്റ് ഇസ് നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്. നമ്മളുടെ ഏജ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഇൽനസ്, എന്തെങ്കിലും ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഡയബറ്റിക്, അതുപോലെ തന്നെ ചില അസുഖങ്ങൾക്ക് ചില ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടതുണ്ട്, കൊളസ്ട്രോൾ ഒക്കെ വരുമ്പോൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണം, ആ ഡയറ്റ് നമ്മളൊന്ന് ക്രമീകരിക്കും അല്ലെ. ഡയറ്റ് ക്രമീകരിച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഐഡിയൽ വെയിറ്റ് ഒക്കെ ആയിരിക്കാം. അതെ, എന്തായാലും എല്ലാരും എന്റെ മറന്നുപോയോ? നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. നമ്മുടെ ബോഡി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം. നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ഏജ്, അതുപോലെ തന്നെ ആരോഗ്യത്തിനനുസരിച്ചുള്ള എക്സസൈസ്. ഇപ്പൊ ഹാർട്ട് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഡോക്ടറുടെ സജഷൻസ് അനുസരിച്ചുള്ള എക്സസൈസുകളായിരിക്കും അയാൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കണ്ടീഷൻസ്, ഇപ്പോ ഓർത്തോ പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ളവരെ, കാലിന്റെ മുട്ടിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേദനകൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും എല്ലാ എക്സസൈസും ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. ബട്ട് എവ്രിബഡി ക്യാൻ ഡു വൺ എക്സസൈസ്. അതായത് ഏതാണ്? Walking. Cardio. ഏതൊരു ഏജിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് ബെഡ് റിഡൻ എന്നുള്ളവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഏതൊരു ഏജിലും ഏത് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാക്കിംഗ് എന്നുള്ളത്. ഓക്കെ, സോ അത് എത്ര ടൈം എന്നുള്ളത് നമ്മളത് ഷെഡ്യൂൾ ചെയ്യണം.
ഓക്കെ, ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ 3 പാരാമീറ്റേഴ്സ് പറഞ്ഞു. നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് 3 പാരാമീറ്റേഴ്സിലൂടെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് പറഞ്ഞു. അത് ഏതൊക്കെയായിരിക്കും? Related, skill related. related physical skill related physical fitness, cosmetic fitness. പഠിച്ചിട്ടുണ്ടല്ലോ, എക്സാമിന് വേണ്ടിയിട്ട് നല്ല പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു എല്ലാവരും. കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയല്ലോ, അപ്പൊ പിന്നെ പഠിക്കാൻ വേഗം പറ്റും. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, നമ്മൾ HRPF എന്ന് പറയുന്നത്. അതെന്താണ്? അതൊരു നമ്മളുടെ ഒരു കപ്പാസിറ്റിയാണ്. എന്തിനാ? നമുക്കൊരു എഫിഷ്യന്റ് ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എഫിഷ്യന്റ് ലൈഫ് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ എഫിഷ്യന്റ് ലൈഫ് അത് ജീവിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, അതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മറ്റേ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ശോഭന അല്ലെ, ശോഭനയുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ ഡാൻസിങ് അല്ലെ. അപ്പൊ നമ്മളുടെ സ്കിൽ എന്താണോ ആ സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റണം, നല്ലതായിട്ട്. അത് ഓരോ നാളുകൾ കഴിയും തോറും അത് കൂടുതൽ എൻഹാൻസ് ചെയ്ത് കൂടുതൽ നല്ല രീതിയിലാക്കി മോഡിഫൈ ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. പലർക്കും പലതായിരിക്കാം. ചിലർ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരിക്കാം, ചിലരുടെ സ്കിൽ എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിയിലായിരിക്കും, ചിലരുടെ ഡാൻസിങ്ങിലായിരിക്കും, ചിലരുടെ ആർട്ടിസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, ചിലർക്ക് ഓട്ടം ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെയാണ്, അത്ലറ്റിക്സ് റിലേറ്റഡ് ആയിരിക്കാം. അങ്ങനെ പല റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും എല്ലാവർക്കും ഉള്ളത്. അതിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് SRPF വരുന്നത്. നെക്സ്റ്റ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. വട്ട് എവർ ഇറ്റ് ബി, നമ്മൾ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഭക്ഷണ കാര്യം ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന സമയത്തും നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യാത്ത രീതിയിൽ അതിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്, നമ്മുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ എല്ലാം ബ്യൂട്ടിഫൈ ചെയ്യാവുന്ന രീതിയിൽ ഇപ്പൊ നമ്മുടെ ഫുഡ് കെയർ, അതുപോലെ തന്നെ സ്കിൻ കെയർ, പിന്നെ ഹെയർ കെയർ, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അതിന് രീതി അപ്പൊ പലപ്പോഴും ഇതെല്ലാം ചെന്നെത്തുന്നത് നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രീഷ്യസ്, എത്രത്തോളം അത് ന്യൂട്രീഷ്യസ് ആണ് എന്നുള്ളതിനെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റെസ്റ്റ്, സ്ലീപ്പ്, അതിന്റെ ക്വാളിറ്റി സ്ലീപ്പ്, നമ്മൾ അങ്ങനെ ഉറങ്ങുന്നുണ്ട്, ഇതെല്ലാം ഇതിനെ റിലേറ്റഡ് ആണ്. അപ്പൊ കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ആ ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി റിലേറ്റഡ് വിത്ത് അവർ ഹെൽത്ത് അല്ലെ. നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ റെസ്റ്റ്, ഇതിനെല്ലാം റിലേറ്റഡ് ആണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരുന്ന 3 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി ജസ്റ്റ് വെന്റ് ത്രൂ വെൽനെസ്. വെൽനെസ് നിങ്ങൾക്ക് കാര്യമായി നിങ്ങളുടെ PDF ഇല്ലെങ്കിൽ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വെൽനെസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു. എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വെൽനെസ്സും ഹെൽത്തും നമുക്ക് അങ്ങ് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, നമ്മൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുന്നു, നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ബട്ട് നമുക്കൊരു സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമ്മൾ ആ വെൽ ബീയിങ് അല്ല. സോ അതും കൂടെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, വെൽനെസ്സും കൂടെ വരണം. പിന്നെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനുമാണ്, നമ്മളവിടെ മെന്റലി ടോർച്ചർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വെൽബീയിങ് അല്ല. അപ്പൊ വെൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ നമുക്ക് ഒരു വെൽഫെയർ, ഒരു സുഖവും സന്തോഷവും സമാധാനം കിട്ടുന്നതാണ് വെൽനെസ് എന്ന് പറയുന്നത്. ഒരു ആക്റ്റീവ് പ്രോസസ് ആണ് പലപ്പോഴും. അത് ചിലപ്പോൾ വേരി ചെയ്യാം അല്ലെ, വെൽനെസ് എന്നത് വേരി ചെയ്യാം. ഈ വെൽനെസ്സിന് പല ഡയമെൻഷൻസ് ഉണ്ട്, നമ്മൾ പലതിലൂടെയും കടന്നു പോകുന്നു. ഫിസിക്കൽ വെൽനെസ്, ദാറ്റ് ഈസ് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ സ്ലീപ്പ്, നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഉറക്കം, ഇതെല്ലാം ഫിസിക്കൽ വെൽനെസ്സുമായി കണക്റ്റഡ് ആണ്. ഇമോഷണൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മെന്റൽ കപ്പാസിറ്റിയാണ്. നമ്മൾക്ക് വരുന്ന പല സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സന്തോഷമാണെങ്കിലും
നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. സങ്കടമാണെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അങ്ങനെ നമ്മുടെ സർക്കംസ്റ്റാൻസസ് മാറുന്നതിനനുസരിച്ച്, ആ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആകാനുള്ള ഒരു വെൽനെസ് ആണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്, നത്തിങ് ബട്ട് സോഷ്യലൈസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, അതാണ്. അപ്പൊ നമുക്കത് പല രീതിയിൽ നമുക്ക് ആളുകൾ നമ്മളുടെ ചുറ്റുപാടുണ്ട്. ഡിഫറെന്റ് റിലീജിയസ് ബിലീഫ് ഉള്ളവര്, ഡിഫറെന്റ് പൊളിറ്റിക്കൽ വ്യൂസ് ഉള്ളവര്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ നമ്മളുടെ കൺസെപ്റ്റുമായിട്ട് മാച്ച് ആകാത്ത, നമ്മുടെ വ്യൂസുമായിട്ട് മാച്ച് ആകാത്ത പല ആളുകളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമ്മൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു സോഷ്യലൈസേഷൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ദാറ്റ് ഇസ് സോഷ്യൽ വെൽനെസ്. സോഷ്യൽ ആക്സെപ്റ്റൻസ്, മറ്റുള്ളവരെ അവരെ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. തർക്കിക്കുക, ജഡ്ജ് ചെയ്യുക, ആർഗ്യൂ ചെയ്യുക, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുക. വട്ട് എവർ ഇറ്റ് ഇസ് ദേ ആർ ദേ. അപ്പൊ അവരെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് സോഷ്യൽ വെൽനെസ്. നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനെസ്. ഇന്റലക്ച്വൽ വെൽനെസ്, ഇപ്പോ ഒരു കാര്യം, ഒരു സ്ക്രീനിൽ ഒരു വിഷൻ കാണിക്കുക, എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പസിൽ കൊടുക്കുന്നു. ആ പസിലിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ അവർ ഇന്റലക്ച്വൽ, അല്ലെ? ദാറ്റ് ഇസ് ഇന്റലക്ച്വൽ വെൽനെസ്. നമ്മളുടെ ഒരു മെന്റൽ ആക്ടിവിറ്റീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ചിലർ പറയുന്നത്, ഓ എനിക്കത് പെട്ടെന്ന് കത്തിയില്ല. ദാറ്റ് മീൻസ് ആ ഒരു ഇന്റലക്ച്വൽ വെൽനെസ് എല്ലാവരിലും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ക്രിയേറ്റിവിറ്റി, ചിലർക്ക് ചിലപ്പം ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. ചിലർക്ക് അതല്ല, ഒരു ഇരുന്ന് വായന, അങ്ങനെയുള്ള നോളജ് ആയിരിക്കും ചിലർക്ക് ഉണ്ടാകുന്നത്. ചിലർക്ക് കാര്യങ്ങൾ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടായിരിക്കും. അതെല്ലാം ഇന്റലക്ച്വൽ വെൽനെസ്സിൽ വരും. നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനെസ്. നമ്മള് സ്പിരിച്വൽ വെൽനെസ്സിൽ വരുമ്പോഴേക്കും നമ്മളുടെ പലരുടെയും ബിലീഫ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, പിന്നെ നമുക്ക് ലൈഫിന്റെ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് മനസ്സിലാകുന്നത്. സം പവർ ഈസ് കൺട്രോളിങ് അസ്. ഇപ്പം ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഏതൊരു പവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് സ്പിരിച്വൽ വെൽനെസ്. ആ യൂണിവേഴ്സിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാത്രി ഉണ്ടാകുന്നതും പകൽ ഉണ്ടാകുന്നതും സൂര്യൻ ഉദിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ ആയാലും ആർഗ്യൂ ചെയ്ത് അത് ആർക്കും ഇല്ലാന്ന് വരുത്താൻ പറ്റില്ല. സോ ദർ ഈസ് സം ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ. ദാറ്റ് ഈസ് ചിലരത് റിലീജിയസുമായിട്ട് കണക്ട് ചെയ്ത് അത് അവരുടെ വിശ്വാസം. അങ്ങനെ ചിലരത് സയന്റിഫിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. ചിലരത് യൂണിവേഴ്സിന്റെ ഒരു എക്സിസ്റ്റൻസിന്റെ ചില കാര്യങ്ങളോ ഫാക്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് സ്പിരിച്വൽ വെൽനെസ്. നെക്സ്റ്റ് കംസ് ഒക്കുപേഷണൽ വെൽനെസ്. നമ്മളുടെ ഒക്കുപേഷൻ എപ്പോഴും നമ്മളുടെ ഒരു ചോയ്സ് ഓഫ് പ്രൊഫഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ പാഷൻ, നമ്മുടെ കരിയർ അംബീഷൻ, നമ്മളുടെ പേഴ്സണൽ പെർഫോമൻസ്, ഇതെല്ലാമാണ് ഒക്കുപേഷണൽ വെൽനെസ്. ഇത്രയും കിടന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് അപ്രീസിയേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺ ആവും. സോ ഒക്കുപേഷണൽ വെൽനെസ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വെൽനെസ്സിൽ നമ്മൾ ഡൗൺ ആകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പല വെൽനെസ്സിനെയും ബാധിക്കാറുണ്ട്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ വെൽനെസ്. എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വർക്കിംഗ് പീപ്പിൾ ഉണ്ടാവും. അപ്പോൾ വീട്, വർക്ക് പ്ലേസ്, ഇതിനെ തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന എൻവയോൺമെന്റിന്റെ പല കണ്ടീഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻവയോൺമെന്റൽ വെൽനെസ്. ഫിനാൻഷ്യൽ വെൽനെസ്, സാമ്പത്തിക അടിത്തറ, അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ? അതൊന്ന് ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും വരും. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ചിലര് കഷ്ടപ്പെടും. അപ്പൊ അതിന് ലോക്കൽ അതോറിറ്റീസിന്റെ അടുത്ത് നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ ആ ഒരു ഇക്വാലിറ്റി, എക്കണോമിക് ലെവലിലെ ഇക്വാലിറ്റി, നമുക്കറിയാം റേഷൻ കാർഡിന്റെ ഡിഫറെന്റ് കളേഴ്സ്, അതിന് നമുക്കറിയാം ഇൻകമിനനുസരിച്ച്. പിന്നെ പഠനത്തിൽ കുട്ടികൾക്ക് പലപ്പോഴും ഇൻകമിനനുസരിച്ചുള്ള സ്കോളർഷിപ്പുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് കൾച്ചറൽ വെൽനെസ്. പല ഏരിയകളിൽ, ഇപ്പൊ ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ, കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലുമുള്ള ആളുകളുടെ കൾച്ചർ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പലയിടത്തും ഇപ്പൊ പള്ളിയിൽ പെരുന്നാൾ വരാറുണ്ട്, അമ്പലങ്ങളിൽ ഉത്സവം വരാറുണ്ട്. പല ഏരിയകളിലും പല രീതിയിലായിരിക്കും അവരത് ആഘോഷിക്കുന്നത്. സോ അത് ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഒരു ചോയ്സ് ആണ്. ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ഡിഫറൻസ് സംഭവിക്കുന്നത് മാരേജ് ചെയ്ത് രണ്ട് റീജിയനിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ഏതോ ഒരു ബാച്ചിൽ, നിങ്ങളുടെ ബാച്ചില, നിങ്ങളുടെ ജൂനിയർ ബാച്ചിലാണ് ഒരു കുട്ടി ഫിസിക്കലി ഭയങ്കര വീക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അതിന് പറ്റുന്നില്ല, അതിന് അഡാപ്റ്റേഷൻ പോസിബിൾ ആകുന്നില്ല, ആ ഒരു രീതി ആൾക്ക് പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാതെ ആള് ഭയങ്കര വീക്കാവും. നമ്മൾ പറഞ്ഞു അഡാപ്റ്റേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. കൊച്ചുകുട്ടികളിൽ അഡാപ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കും, അതേസമയം അഡൽട്ടിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് എംപത്തറ്റിക്കുമാകാം, ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാം. അതിന് എങ്ങനെ അതിന് പറ്റാത്ത ഫുഡ് എങ്ങനെ അത് കഴിക്കും അല്ലെ. അപ്പൊ ഞങ്ങളൊരു സൊല്യൂഷൻ പറഞ്ഞത് കുക്ക് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് ഇതിന്റെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതൊരു വൈവിധ്യം അല്ലേ, ഒരു ഡൈവേഴ്സിറ്റി ഫുഡിൽ. അപ്പൊ അതങ്ങനെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്ലൈമറ്റിക് വെൽനസ്. റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ് ക്ലൈമറ്റ് വെൽനസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഇപ്പൊ ഭയങ്കര ചൂട് കൂടുതലാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലപ്പോഴും വീടിനകത്തിരിക്കാൻ. പുറത്തു പോയിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ടയേർഡാകും. സോ ക്ലൈമറ്റ് നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ആവും, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ. മഴ ആണെങ്കിലോ അപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ട് വരും, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴേക്കും മഴ വരുന്നത്, കുടയെടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പൊ ക്ലൈമറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ്. ഇതാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. നമ്മളൊരു ഹെൽത്ത് ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ മൂന്ന് സൈഡ് ആണല്ലോ, 3 സൈഡും ഉണ്ട്, 3 കോർണേഴ്സും ഉണ്ട്. അപ്പൊ അതില് ഓരോ സൈഡിലും വരുന്നതാണ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. ഈ 3ഉം കൂടെ ഒരുപോലെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് എന്നുള്ളത് കംപ്ലീറ്റ് ആവുള്ളൂ. അറ്റ് ദ സെയിം ടൈം ആബ്സെൻസ് ഓഫ് ഡിസീസ്, അല്ലാതെ ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി നമ്മൾ ഹാപ്പി ആയിരിക്കണം. അതാണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു ഫസ്റ്റ് യൂണിറ്റിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫസ്റ്റ് യൂണിറ്റിൽ സംശയം ഉണ്ടോ? എനി ഡൗട്ട്സ്? ഓക്കെ അല്ലേ? മാക്സിമം ക്വസ്റ്റ്യൻസും ഇപ്പൊ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മോഡ്യൂൾ എക്സാമും, പിന്നെ എന്താ പറയാ മോഡൽ എക്സാം കൂടെ കഴിപ്പിക്കും. കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മൾ ആദ്യം ഇതിന്റെ പാരാമീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഒന്ന് മാർഗമാണെങ്കിൽ ഒന്ന് ലക്ഷ്യമാണ്. ഹെൽത്ത് ആൻഡ് ഹൈജീനില് ഒന്ന് മാർഗവും ഒന്ന് ലക്ഷ്യം. അത് നമ്മളുടെ ഗോള്, എയിം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽത്ത് ആണെങ്കിൽ അതിലേക്കുള്ള നമ്മളുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ ആയിരിക്കുക എന്നുള്ളതാണ്. സോ അതാണ് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. അല്ലാതെ നമുക്ക് ഹെൽത്ത് കിട്ടില്ല. നമ്മൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ നല്ല വൃത്തിയുള്ളവരായിരിക്കണം. പേഴ്സണൽ ഹൈജീൻ ആയിരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ സറൗണ്ടിങ്സിന്റെ ഹൈജീൻ. സോ നമ്മൾ എയിം ചെയ്യുന്നത് ഹെൽത്തിലേക്കാണെങ്കിൽ അതിന്റെ ശരിയായ റൂട്ട് ഹൈജീനാണ്. പലരും പറയുന്ന ഒരു കാര്യം ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ബട്ട് ദാറ്റ് ഇസ് വെരി, എന്താ പറയാ, അതൊരു ശരിയായ രീതിയല്ല. നമ്മളുടെ പുരാണങ്ങളിലെ പല കഥകളിലും അത് ഉണ്ടാകും. പക്ഷെ എന്നാലും പേഴ്സണലി ഐ എം അഗെയിൻസ്റ്റ് ദാറ്റ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തകരാനുള്ള കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ ആ ഒരു ക്ലോസ് ഫ്രണ്ട് പറഞ്ഞതാണ്. വേറൊന്നുമില്ല, എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ലൈക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് എന്ന് പറയാം. ഓപ്പോസിറ്റ് സെക്സ് ആണ്, അതും കൂടെ ഞാൻ പറയട്ടെ. വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളെ യൂസ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോ ഞാനൊന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തപ്പോ കക്ഷി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത സമയത്ത് വേറൊരു വ്യക്തി എന്നോട് വളരെ അടുപ്പം കാണിച്ചു. കക്ഷി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു അതായത് വേറൊരാൾക്ക് കിട്ടുവാണല്ലോ, അപ്പൊ അതിൽ നിന്നും അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മാർഗം വളരെ മോശമായ ഒരു രീതിയായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഐ ആം വെരി അഗെയിൻസ്റ്റ് ആയിട്ട്. നമ്മുടെ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് പല സ്റ്റോറീസും എൻഡ് ചെയ്യുന്നത് അനാവശ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് ചെല്ലുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, എനിവേ നമുക്കിവിടെ നമ്മളുടെ മാർഗം ഹൈജീൻ ആണ്. നമ്മളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഹൈജീൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കുറെ അസൈൻമെന്റ്സും കുറെ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിരുന്നു. 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് അവരെടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഹെൽത്ത് വളരെ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ കാര്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുക, അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ കുട്ടികളുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, കോഗ്നിറ്റീവ് അങ്ങനെയുള്ള എല്ലാം അവരുടെ മൂവ്മെന്റ് റിലേറ്റഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഡെവലപ്മെന്റ് നടക്കുന്ന സമയമാണ്. അവർ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി. സോ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല ചെറിയ പ്രായങ്ങളിലെ അവർക്ക് ഇതിന് വേണ്ടുന്ന ഒരു ഗൈഡൻസ് കൊടുത്താൽ മാത്രമാണ് വലുതാവുമ്പോഴും അവരിത് ഫോളോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വളരെ അൺഹൈജീൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് അവർ പോകും. അപ്പൊ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ, ഒരു പോളിമാത്ത്, അദ്ദേഹം പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതൊരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. ഒരു ഹെൽത്തി മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ബോഡിയിലായിരിക്കും. ഓക്കെ, ഇനി ഈ ഹെൽത്ത് നമുക്ക് എന്ത് കാര്യങ്ങളുടെയും അവയർനെസ് പല പല സോഴ്സസിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ ഏതെങ്കിലും മാഗസിൻ വായിക്കുമ്പോൾ കിട്ടും, ചില വീഡിയോ കാണുമ്പോൾ കിട്ടും, ചില മൂവീസ് കാണുമ്പോൾ കിട്ടും, ചിലപ്പോൾ ഏതെങ്കിലും ഓഡിയോ പ്രോഗ്രാംസ്, റേഡിയോയിലുള്ള പ്രോഗ്രാംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഔട്ട് ബ്രേക്ക്, കോവിഡ് ഔട്ട് ബ്രേക്ക് വന്ന സമയത്ത് കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് പല അവയർനെസ്സും പല മീഡിയാസിലൂടെ കിട്ടും. അപ്പോൾ അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് ആവുന്നതിനേക്കാളും അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഇപ്പം ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം, ബട്ട് ഞാൻ അത് എന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്താലാണ് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് എന്ത് കാര്യം. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതാണ്. നമ്മളത് ആ നോളജ്, അതിനെ പറ്റിയുള്ള നോളജ്, നമ്മൾ ആ ഇൻഫർമേഷൻസ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്തതൊരു നോളജായി നമ്മളുടെ ഉള്ളിൽ സൂക്ഷിക്കുക. അത് നമ്മൾ ആവശ്യം വരുമ്പോൾ അപ്ലൈ ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷനും അത് തന്നെയാണ്. അതിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ്, ലൈക്ക് ഫുഡ് ഐറ്റംസ്, നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ്, നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡിനെ കുറിച്ചുള്ള അവയർനെസ്. അതുപോലെ തന്നെ ഫുഡ് മാത്രമല്ല അല്ലെ, നമുക്ക് ക്ലീൻ വാട്ടർ വേണം, ഫ്രഷ് എയർ വേണം, പ്രോപ്പർ റെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്. ഇത് മാത്രമല്ല വിനോദങ്ങളും വേണം, റെസ്റ്റ് വേണം അല്ലെ, സ്ലീപ്പ് വേണം, റിക്രീഷൻ വേണം. ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോബീസ്, ഈ ഹോബീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോബി ആവരുന്നതും കൂടിയുണ്ട്. പിന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുക, ഇതെല്ലാം ഈവിൾ ആണ്, ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ ആ ഒരു അവയർനെസ് കൊടുക്കണം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സെക്സ് ഹൈജീനിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലുള്ള സബ്സ്റ്റൻസ് യൂസ്, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്താൽ ഇതുപോലുള്ള അസുഖങ്ങൾ വരും എന്നുള്ള അവയർനെസ് വേണം. പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ, പ്രിക്വേഷൻസ് എടുക്കണം, എങ്ങനെ പ്രിവെന്റ് ചെയ്യണം, അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്. കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നുണ്ട് നമ്മള്. ഓക്കെ, അപ്പം തന്നെ ഹാഫ് ആൻ അവർ ആയി, ഒന്നും ആയില്ലേ അല്ലെ. സോ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടന്റ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹൈജീൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ അതിന് പല രീതിയിലുള്ള എയിംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എല്ലാവരും പാർട്ട് 3 ആണ് ഇച്ചിരി പ്രശ്നം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നേരെ പാർട്ട് 3ലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് ഇതിലേക്ക് വരാം. അതല്ലേ നല്ലത്? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, പാർട്ട് 3. പാർട്ട് 3യിലെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. മറിയ മോണ്ടിസോറിയെ കുറിച്ചായിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം അറിയാലോ. മറിയ മോണ്ടിസോറിയെ കുറിച്ച് അറിയാലോ. ഓക്കെ അല്ലേ? മറിയ മോണ്ടിസോറിയുടെ യൂണിറ്റ് ഓക്കെ അല്ലേ? പിന്നെ സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്സ്. തേർഡ് യൂണിറ്റ് ആണ് നമുക്ക് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് നാച്ചുറൽ ആയിട്ട് നടക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഫോഴ്സ്ഫുള്ളി അവരെ ഒന്നും ചെയ്യരുത്. നമുക്കറിയാം കുട്ടികളുടെ ഓരോ മാസങ്ങൾ, അതായത് ജനിച്ച ഉടനെ എങ്ങനെയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവരുടെ
ദൃഷ്ടി ഉറയ്ക്കുന്ന പറയില്ലേ, അവരുടെ ലുക്സ്, നമ്മളെ നോക്കുന്നത്, അത് വിഷൻ അത് കറക്റ്റ് ആകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങും, അവർ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും ആളുകളെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവരുടെ മൂവ്മെന്റ്സിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങും. അങ്ങനെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ്. അനിമൽസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കാണാം. അനിമൽസിൽ പെട്ടെന്നാണ് അവരുടെ ഇൻസ്റ്റിങ്സ്, അനിമൽസിൽ ഇൻസ്റ്റിങ്സ് ആയിട്ടാണ് വരുന്നത്. അതായത് അവരുടെ ട്രെയ്റ്റ്സ്, അവരുടെ സ്വഭാവ വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ ജനിച്ച ഉടനെ തന്നെ വരും. പക്ഷെ ഹ്യൂമണിൽ അതിൽ ടൈം എടുക്കും. അതുകൊണ്ട് മറിയ മോണ്ടിസോറി പറയുന്നത് ഹ്യൂമൺ ബേബീസ് എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ അവരുടെ മൈൻഡ് ഭ്രൂണാവസ്ഥയിലായിരിക്കും, എംബ്രിയോ ആയിരിക്കും. അതുകൊണ്ട് ആ മൈൻഡിനെ മറിയ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ കുട്ടി സെൽഫ് ബിൽഡ് ചെയ്യണം. പക്ഷെ ഒരു സർട്ടൻ ഏജ് വരെ കുട്ടി സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. ഈവൻ തല അനക്കാൻ വരെ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ ഒരു തല ഉറയ്ക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതുവരെയെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സോ ഒരു 1 year ഒക്കെ ആകുമ്പോൾ, ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവര് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഏർജ് കാണിക്കും. എല്ലാം തന്നെ ചെയ്തോളാം എന്ന് പറയുന്നൊരു ആ ഒരു ഏജിൽ അവർ തുടങ്ങുകയാണ്. ഇവരുടെ ഒരു നാച്ചുറൽ ഡെവലപ്മെന്റ് ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിലാണ് പോകുന്നത്. ഇതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന 2 കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻവിയോൺമെന്റ് ആണ്, അവർ വളരുന്ന സാഹചര്യം. മറ്റൊന്ന് അവർക്ക് കിട്ടുന്ന ഫ്രീഡം ആണ്. ഓക്കെ, പിന്നെ ഇതിനു വേണ്ടിയിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റിന് അവരുടെ ഉള്ളിൽ തന്നെ ടൂൾസ് ഉണ്ട്. അതിലൊന്നാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. ഈ 0 to 3 yearsലാണ് ഈ സെൻസിറ്റീവ് പീരീഡും അതുപോലെ തന്നെ അബ്സോർബന്റ് മൈൻഡും. അവര് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിക്കും. എല്ലാം കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും എല്ലാം അവർ വളരെ അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യും. അതാണ് ആ ഒരു പീരീഡ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അവരൊരു സ്പഞ്ച് പോലെയാണ് അവരുടെ മൈൻഡ്. അത് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ അവരെല്ലാം അബ്സോർബ് ചെയ്യും. ബട്ട് ആഫ്റ്റർ 3 years ഈ ഒരു അബ്സോർബന്റ് മൈൻഡ് മാറി ചില സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുകയാണ്. അതായത് നമ്മൾക്ക് അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. അവർ ഫാക്ടിലേക്ക് അവരടുത്ത് തുടങ്ങുന്നു. എന്താണ് ശരി, എന്താണ് തെറ്റ് അവർക്ക് അറിയാൻ പറ്റും. അമ്പിളിമാമനെ പിടിച്ചുകൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ അവർ വിശ്വസിക്കും. ഇപ്പൊ കിട്ടും എന്ന് വിചാരിക്കും. ബട്ട് അത് അവരുടെ അബ്സോർബന്റ് മൈൻഡ് ആയതുകൊണ്ടാണ്. ബട്ട് ആഫ്റ്റർ 3 years അവര് ഫാക്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, അവർക്കറിയാൻ പറ്റും. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഒരു സ്കൂൾ ഗോയിങ് ഒരു കാലഘട്ടമാകുമ്പോൾ അവര് പല കാര്യങ്ങളുടെയും ഗുഡ് ബാഡ് അത് തിരിച്ചറിയും. അതുപോലെ തന്നെ ജസ്റ്റിസ് അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ പിന്നെ അവരെപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ആഗ്രഹിക്കും. ലോ ഓഫ് ഇൻഡിപെൻഡന്റ്, അവർക്ക് കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ഒരു താല്പര്യമായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ അവരുടെ അറ്റൻഷൻ വളരെ കൂടുതലായിരിക്കും, ശ്രദ്ധിക്കും, പവർ ഓഫ് അറ്റൻഷൻ. പിന്നെ എപ്പോഴും തന്നെത്താനെ വർക്ക് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവരുടെ ആ വിൽ പവർ, ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് വിൽ അത് കൂടും. ആ ഒരു സെൽഫ്, എനിക്കിത് പറ്റും, ഞാനിത് ചെയ്യും, ഐ ക്യാൻ ഡു ഇറ്റ് എലോൺ എന്നുള്ള ആ ഒരു വില്ലിലേക്ക് പോകും. അപ്പൊ ഇതിലേക്ക് അവരെ എത്തിക്കുന്നത് റിപ്പീറ്റേഷനിലൂടെയാണ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ അവരത് എത്തില്ല, പലതവണ ചെയ്യുമ്പോഴാണ് അവർക്കത് വരുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും, ഒരു അഡൽറ്റിനെ സംബന്ധിച്ച് അവർക്ക് റിപ്പീറ്റേഷന്റെ ആവശ്യമില്ല. പക്ഷെ കുട്ടി എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും അവർക്കത് മടുക്കുന്നില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഇവരിലെ നാച്ചുറൽ ആയിട്ട് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. അവർ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു അച്ചടക്കം തന്നെ വരുന്നു. ദെൻ ആ ഒരു ഇതിൽ നിന്നും ആ ഒരു ഒബീഡിയൻസിലേക്ക് പോകും. അവര് അനുസരിക്കും. നമുക്കതിന് വടിയെടുക്കേണ്ടതോ ശാസിക്കേണ്ടതോ അതുപോലെ തന്നെ നിർബന്ധിക്കേണ്ടതോ ആയിട്ട് ഷൗട്ട് ചെയ്യേണ്ടതോ വഴക്ക് പറയേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. അപ്പൊ ഇതെല്ലാം അവരെ ആ ഫ്രീഡം, അവരുടെ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത ആ എൻവയോൺമെന്റ് ഫ്രീഡം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ എൻവയോൺമെന്റ് ഇരുന്ന് ഫ്രീ ആയിട്ടിരുന്ന് വർക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ, ഇൻഡിപെൻഡന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും അവരിൽ വരുന്നത്. ഓക്കെ, ദെൻ കംസ് ഇന്റലിജൻസ്. പിന്നെ അവരുടെ ഇന്റലിജൻസ്, അതായത് ആ ഒരു ബുദ്ധി, അവരുടെ സെൻസ്. കാരണം അവർ നമ്മളിപ്പോ ഒന്നും ചെയ്യാതെ അവരെ നമ്മൾ എല്ലാത്തിൽ നിന്നും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യില്ല. പിന്നെ അവർക്ക് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇവിടെയൊന്നും നമ്മളുടെ ഒരു തടസ്സം വരരുത്. അവിടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓരോ അവർക്ക് വേണ്ടുന്ന ഫ്രീഡം ആ നല്ലൊരു എൻവയോൺമെന്റിൽ കിട്ടുമ്പോൾ അവരുടെ ലേണിംഗ് ഏരിയ നല്ല രീതിയിൽ തന്നെ വരും. പലപ്പോഴും ലാംഗ്വേജ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ടാലന്റ്, സ്കിൽ ഉണ്ടെങ്കിൽ, അത് ആർട്സിലാണെങ്കിൽ മ്യൂസിക്കിലാണെങ്കിൽ അങ്ങനെ എന്ത് ഏരിയ ആണെങ്കിലും അതിലെല്ലാം
വരും. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ ഒക്കെ കൊടുക്കുമ്പോൾ അതും എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ലൈക്ക് മമ്മി ആൻഡ് പപ്പ, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, അതൊക്കെ അവർ ചുറ്റുപാടും കാണുന്നത്, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അവരെ ഓരോ ഏരിയ ലൈഫ് സ്കിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. ഓരോ ഏരിയയിലും പല രീതിയിലുള്ള ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ലേണിംഗ് സ്പാൻ കൂടും. പിന്നെ ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, പലപ്പോഴും സോഷ്യൽ ഇന്ററാക്ട് ചെയ്യുക, പിന്നെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി, പിന്നെ പല ഇമോഷണൽ വാല്യൂസ്, ഇമോഷണൽ നീഡ്സ്. അതായത് ഇപ്പം അവർക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു സ്പേസ് അവിടെ കിട്ടുവാണ് കരയാൻ. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ നോ ഹൗ ടു കൺട്രോൾ ദെയർ ഇമോഷൻസ്. അതേസമയം കരയാൻ പോകുന്ന കുട്ടിയെ നീ ആണാണ് കരയരുതെന്ന് ആൺകുട്ടികളോട് പറഞ്ഞ് അവർ അങ്ങനെ ഒരു സ്റ്റോപ്പി നമ്മൾ സ്റ്റെപ്പ് തുടങ്ങി അങ്ങനെ ഒരു സ്റ്റിഗ്മ അവിടെ വരുവാണെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ വേറെ പല മെത്തേഡ്സും, ആവശ്യമില്ലാത്ത മെത്തേഡ്സിലേക്കോ ആവശ്യമില്ലാത്ത ആളുകളിലേക്കോ ആ ഇമോഷൻസിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അഡൾട്ടിന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുക, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിലേക്ക് മോറൽ വാല്യൂസ് ചെല്ലാനായിട്ട് നമ്മളുടെ പല ഇടപെടലുകളും ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന റിലീജിയസ് ബിലീഫ്, അതിന്റെ റൈറ്റ് മെസ്സേജസ് കുട്ടികളിലേക്ക് ചെല്ലുക, റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷന്റെയും ഒരു ബിലീഫിന്റെയും കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുന്നത്. ഇതൊക്കെയാണ് അഡൾട്ടിന്റെ റോൾ വരുന്നത്. അപ്പൊ അഡൾട്ടിന്റെ ഇടപെടലുകൾ മൂലമാണ് പലപ്പോഴും ഇവർക്ക് മോറൽ വാല്യൂസ് കിട്ടുന്നത്. പിന്നെ മോണ്ടിസോറി കുട്ടികളുടെ സ്റ്റേജസിന്, അതായത് 24 ഇയേഴ്സ് ആകുമ്പോഴാണ് ഇവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നതെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ആ ജനിച്ച ഉടനെ 24 ഇയർ ആകുന്നത് വരെ മോണ്ടിസോറി അതിനെ രണ്ട് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഈ ചൈൽഡ്ഹുഡ് തന്നെ 2 പീരീഡ് ആക്കിയിട്ടുണ്ട്, 0 to 6ഉം 6 to 12ഉം. അഡൾട്ട്ഹുഡ് തന്നെ വീണ്ടും 12 to 18ഉം 18 to 24ഉം. 18 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും പാരന്റ്സിന് ഒരു സമാധാനമാണ്, ഒരു വകതിരിവായി എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ബട്ട് സം കിഡ്സ് അവരവരുടെ വളർന്നു വരുന്ന എൻവയോൺമെന്റ് കൊണ്ടായിരിക്കാം അവർ ആ ടീനേജിലും അവര് ആ ഒരു മെച്യൂരിറ്റി അവർക്കറിയാം എന്ത് ചെയ്യണം. പിന്നെ അതുമല്ല ഹൈഡ് ചെയ്യും, ചില കുട്ടികൾ ഹൈഡ് ചെയ്യും, ചില കുട്ടികൾ അവർ വളർന്നു വരുന്ന സാഹചര്യം അവർക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെല്ലാം നമ്മളോട് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോ പീരീഡുകളും അതിലെ ചേഞ്ചസും ആണ് അതിൽ വരുന്നത്. സോ ഞാൻ ആ ചാപ്റ്റർ നിർത്താൻ. നെക്സ്റ്റ് സെൽഫ് കൺസ്ട്രക്ഷൻ അല്ലെ. നമ്മളിപ്പോ നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, അനിമൽ ബേബീസുമായിട്ട് കമ്പയർ ചെയ്തു. നെക്സ്റ്റ് നമ്മളുടെ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. തന്നെ ബിൽഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെൽഫ് മെയ്ഡ് ആകുക, അതൊക്കെയാണ് സെൽഫ് കൺസ്ട്രക്ഷനുകൾ വരുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും തോന്നുന്നു. സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ, ദെൻ മൂവ്മെന്റ്, ടെൻഡൻസീസ് ഓഫ് മാൻ. മോണ്ടിസോറി ടേംസും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും ആയിരിക്കും ഇച്ചിരി ടഫ് ആയിട്ട് വരുന്നത്. സോ ഡെഫിനറ്റ്ലി അത് ഞാൻ എടുക്കും. ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ആക്ച്വലി എനിക്കിന്ന് വീട്ടില് ഡീപ് ക്ലീനിങ് നടക്കുക, അപ്പം അവിടെ ഇടയ്ക്ക് ചെന്ന് നോക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കത് വിട്ടു. ഓക്കെ, ടെൻഡൻസീസ് ഓഫ് മാനില 14 ടെൻഡൻസീസ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ. എന്തായാലും നിങ്ങൾക്ക് 2:30-ക്കല്ലേ PGയുടെ ക്ലാസ് ഉള്ളൂ. ഈവൻ ടു 2 o'clock ശേഷം നമുക്ക് ഇരുന്നാലും പ്രശ്നമില്ലല്ലോ. ലഞ്ച് കഴിച്ചോ? നോക്കാം. അതുമല്ല വീഡിയോ ഓൺ അല്ലല്ലോ, അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കേട്ടാലും കുഴപ്പമില്ല. ദെൻ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഓർക്കുക 0 to 3 ഇയേഴ്സിലാണ് ഇത് രണ്ടും വരുന്നത്. ഈ 2 ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് 0 to 3 ഇയേഴ്സിലാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെൻസിറ്റീവ് പീരീഡും ഈ അബ്സോർബൻ മൈൻഡും. അപ്പൊ ഓർക്കുക, അവർക്ക് കിട്ടേണ്ടത് നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണെങ്കിൽ, കിട്ടേണ്ടത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂട്രിയൻസ് കിട്ടുവാണെങ്കിൽ
നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറഞ്ഞപ്പോൾ മെന്റൽ ഹെൽത്തിന്റെ കൂടെ കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയട്ടെ. മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമ്മൾ ലക്ഷ്യവും മാർഗവും പറഞ്ഞതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ആണ് ലക്ഷ്യമെങ്കിൽ അതിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ തന്നെയാണ്. ഈ മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, നമ്മൾ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യുക, അങ്ങനെ കുറെ ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് വേണം. സ്പേസ് ഇല്ലെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ടാകും, നമ്മളുടെ മെന്റൽ ഹൈജീൻ ഡൗൺ ആവും. ഓക്കെ, അപ്പൊ ഈ സെൻസിറ്റീവ് പീരീഡ് അബ്സോർബന്റ് മൈൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു ടൈമില് കുട്ടിക്ക് അൺകോൺഷ്യസ് മെമ്മറി ആണ്, ബട്ട് ആണെങ്കിലും ഈ കുട്ടി അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രഷൻ ആയിട്ട് കിടക്കും. അപ്പോ വലുതായി കഴിഞ്ഞാലും ഇതൊരു ട്രോമയാണ്. പലപ്പോഴും ഉറങ്ങുന്ന സമയത്ത് ഈ സബ് കോൺഷ്യസ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് റെസ്റ്റാണ്. അതേസമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുക ആ സമയത്ത്. അപ്പോഴാണ് ഇത് റിലേറ്റഡ് ചില ദുസ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഞെട്ടുന്നത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് 3 വയസ്സ് വരെ കുട്ടിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി എന്തും ആകാം എന്നുള്ളതല്ല. 0 to 3 years നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പീരീഡ് തന്നെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ഫണ്ടമെന്റൽ ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. ആഫ്റ്റർ 3 years കുട്ടിയുടെ ബേസ് ആണ് 0 to 3 years അതെന്തെല്ലാം ഇതിലൂടെ കടന്നു പോയി എന്നുള്ളത്. ഓർമ്മയില്ല എന്നുള്ളത് സത്യം തന്നെ, ബട്ട് അതൊരു നമ്മൾ ഫൗണ്ടേഷൻ കെട്ടല്ലേ വീടിന്, അതുപോലെ തന്നെയാണ് 0 to 3 years അൺകോൺഷ്യസ് ആണെങ്കിൽ മൈൻഡ് ആണെങ്കിൽ പോലും അത് ആ ഒരു സമയത്ത് അതിന്റെ ബേസ് തന്നെയാണ്. അപ്പൊ ഈ സെൻസിറ്റിവിറ്റി പല രീതിയിലുണ്ട്. പല കാര്യങ്ങളും പഠിക്കുന്നതും നമ്മളുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ്, ബോഡിയുടെ കോർഡിനേഷൻ, ഇതെല്ലാം ഈ സെൻസിറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നു. 5 senses യൂസ് ചെയ്തിട്ടാണ് പലതും മനസ്സിലാക്കുന്നത്. പിന്നെ കുട്ടികൾ എപ്പോഴും മൈന്യൂട്ട് ഒബ്ജക്ട്സിനോട് ഭയങ്കര താല്പര്യം കാണിക്കും. ചെറിയ സാധനങ്ങളോട് പോയി കിള്ളി എടുക്കാൻ നോക്കും, ഉറുമ്പ് പോണത് നോക്കിക്കൊണ്ടേയിരിക്കും, ചിലപ്പോൾ തൊട്ട് നോക്കും. അങ്ങനെ എന്ത് ചെറിയ സാധനങ്ങളോട് വളരെ താല്പര്യമായിരിക്കും കുട്ടികൾക്ക് ഈ ഒരു സമയത്ത്. പിന്നെ ബോഡിയുടെ മൂവ്മെന്റ്സ്, ഇതൊക്കെ നടക്കുന്ന പീരീഡ് ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. ബോഡിയുടെ കോർഡിനേഷൻ, അതിന്റെ മൂവ്മെന്റ് എല്ലാം നടക്കുന്നു. പിന്നെ ലാംഗ്വേജ്, പല കാര്യങ്ങളും ആദ്യം വേർഡ്സ് ആയിട്ടായിരിക്കും പറയുന്നത്, ചില ശബ്ദങ്ങളായിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഓരോ വേർഡ്സ് പറയാൻ തുടങ്ങും. പിന്നെ ഒരു സ്ട്രക്ചർ അല്ലാത്തതാണ് സെന്റൻസ് ഉണ്ടാക്കും, ബട്ട് നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ചില സെന്റൻസുകൾ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം കുട്ടി കുറച്ചുകൂടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്, പല ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങും. ഒരു 5 years ഒക്കെ വരുമ്പോഴേക്കും ആ ഒരു ഇത് സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നടക്കും. ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ സെൻസിറ്റിവിറ്റിയുടെ പല ഏരിയയും ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ എൻവയോൺമെന്റ് നല്ല പ്രിപ്പയർഡ് ആണെങ്കിൽ കുട്ടിക്ക് പല പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. ഒരു ഓർഡർ ഫോം ചെയ്യും. ഈവൻ ദോ അവന്റെ ഡ്രസ്സ് തന്നെയാണെങ്കിലും, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സ് തന്നെയാണെങ്കിലും എങ്ങനെ മടക്കി വെക്കണം, അല്ലെങ്കിൽ അത് ഇടാൻ നേരത്ത് ഏതാണ് ആദ്യം ഇടേണ്ടത്, ഷൂ ഇടുമ്പോ എങ്ങനെ, ലെഫ്റ്റ് റൈറ്റ്, സോക്സ് ഏതാണ്, അങ്ങനെ ഒരു ഓർഡർ ഫോം ചെയ്യും. ഇത് നമ്മൾ ചെറുപ്പം തുടങ്ങിയ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഇവരുടെ ലൈഫിലൂടെ പോകണം. അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം, അതിനനുസരിച്ചുള്ള ഫ്രീഡം ആയിരിക്കണം കുട്ടിക്ക് കിട്ടേണ്ടത്. അവരവരുടെ 5 senses കൊണ്ട് ലേൺ ചെയ്യാൻ തുടങ്ങും ചെറിയ കാര്യങ്ങളോട് സെൻസിറ്റീവ്. അതേസമയം നമ്മൾ ഈ കൊടുക്കുന്ന എൻവയോൺമെന്റ് അത്ര നല്ല എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഹെൽത്ത് നന്നാകും. മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ ഹെൽത്ത് മോശമാകും. അപ്പൊ ഈ കൊടുക്കുന്ന എൻവയോൺമെന്റ് ന്യൂട്രീഷ്യസ് ആണെങ്കിൽ, നമ്മൾ ന്യൂട്രീഷ്യസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഐറ്റംസ് അല്ല, നമ്മളുടെ വാം, കെയർ, ലവ്, അഫെക്ഷൻ, കമ്പാഷനേറ്റ്, അതിന്റെ ഒപ്പം തന്നെ സ്നേഹത്തോടുള്ള ശാസന. അരുത് എന്ന് പറയുമ്പോൾ യെസ് ഞാനത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് കുട്ടിയിൽ വരണം. ആ ഒരു രീതിയിൽ നമ്മളുടെ സ്നേഹത്തോടുള്ള ശാസന, ഇതെല്ലാം പോസിറ്റീവ് ന്യൂട്രിയൻസ് ആണ് ഫോർ
ഗുഡ് ലൈഫ്, അതായത് നല്ല രീതിയിൽ അവൻ മുന്നോട്ട് വളരാനായിട്ടുള്ള പോസിറ്റീവ് ന്യൂട്രിയൻസ്. അതേസമയം നമ്മളൊരു മാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദേഷ്യം, ഷൗട്ടിങ്, ബീറ്റിംഗ്, പണിഷിങ്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മാൽ ന്യൂട്രീഷ്യസ് നെഗറ്റീവ് ഈ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ ഈ പറയുന്ന ഒന്നും കുഞ്ഞിന് വരില്ല. സെൻസിറ്റീവ് ടു ഓർഡർ, ഒരു ഓർഡറും ഉണ്ടാവില്ല. 5 സെൻസസ് അത് യൂസ് ചെയ്യില്ല. പേടിച്ചിട്ട് പലപ്പോഴും അത് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. പിന്നെ ഒന്നും അത് ഒബ്സർവ് ചെയ്യാൻ പോകില്ല. അതിന്റെ അറ്റൻഷൻ ശരിയാകില്ല, ഉറക്കം ശരിയാകില്ല, ഒന്നും. അതെല്ലാം മോശമാവും. ലാംഗ്വേജ് എല്ലാം മോശമാവുന്നു. അതിന് ശരിയായി ഇപ്പൊ അതിനെ അടക്കി ഒരിടത്ത് വെച്ചേക്കുവാന്ന് വിചാരിച്ചു, അതിനെ അനങ്ങാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ബോഡി മൂവ്മെന്റ് ശരിയാവില്ല, കോർഡിനേഷൻ ശരിയാവില്ല, സോഷ്യലൈസ് ചെയ്യില്ല, ആളുകളെ കാണുമ്പോൾ വളരെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറും. അപ്പൊ അതൊരു അഡൾട്ട് ആവുമ്പോഴും ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ അബ്സോർബൻ മൈൻഡിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 0 to 3 years അൺകോൺഷ്യസ് മൈൻഡ് ആണ്, 3 to 6 years കോൺഷ്യസ് മൈൻഡ് ആണ്. ഈവൻ ദോ ആഫ്റ്റർ 3 years ആണ് കോൺഷ്യസ് മൈൻഡിലും ആ ഒരു ഫണ്ടമെന്റൽ കുട്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 3 years തന്നെയാണ്. എല്ലാം പോയി ഇംപ്രഷൻ ആയിട്ട് മാർക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ബ്രെയിനിൽ ഇരിക്കുന്നുണ്ടാകും. ഈ ഒരു കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോൾ റെസ്റ്റ് ആയിരിക്കും. ബട്ട് അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് ആ സമയത്ത് ഉണർന്നിരിക്കും. ഇതാണ് സെൽഫ് കൺസ്ട്രക്ഷനിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നോട് പറഞ്ഞു 7 യൂണിറ്റിലേക്ക് പോട്ടെ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്. ഈ ഒരു പാർട്ട് തന്നെ കോറാണ്, ബട്ട് അതിലൊരു കോർ ടോപ്പിക് ആണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഇതാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടി ഒക്കെ വരുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹോം ആണ്. ടീച്ചർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു അമ്മയെ പോലെയാണ്. രണ്ടാമത്തെ ഒരു അമ്മയെ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് സ്കൂൾ എന്നുള്ള എൻവയോൺമെന്റ് ഒരു എന്താ പറയാ, ഒരു സെക്കൻഡ് ലൈഫ് കുട്ടിക്ക് കൊടുക്കുവാണ്. കുട്ടി വീട്ടിലൊരു ജീവിതം, സ്കൂളിലൊരു ജീവിതം, ആ ഒരു രീതിയിൽ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു സെക്കൻഡ് ലൈഫാണ് ഈ ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കുഞ്ഞുങ്ങളുടെ നീഡ്സിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഈവൻ നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യാറ്. കുട്ടി ഓരോ വളർച്ചാ കാലഘട്ടങ്ങളാവുമ്പോൾ നമ്മൾ പലതും ഡേഞ്ചർ എന്നുള്ള സോണിൽ തന്നെയാണ് വെക്കുന്നത്. കുട്ടി അടുക്കളയിൽ കയറിയാലും അപകടമാണ്, കുട്ടി സ്റ്റെയർ കയറി മോളിൽ പോകുന്ന അപകടമാണ്, കുട്ടി ഫ്രണ്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഭാഗത്തും ഡേഞ്ചർ. അപ്പൊ അങ്ങനെ നമ്മൾ അതിനനുസരിച്ച് അവിടെ പടിയൊക്കെ അതിനനുസരിച്ച് ശരിയാക്കും. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ കുട്ടിയുടെ ഓരോ വളർച്ചാഘട്ടത്തിലും ഡേഞ്ചർ എന്നുള്ള സംഭവത്തിനോട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ വീട്ടിലെ പല കാര്യങ്ങളും മോഡിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചും ഒരു മോഡിഫിക്കേഷൻ ആ കുട്ടി വളർന്ന എൻവയോൺമെന്റിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എൻവയോൺമെന്റ് ആണ്. അത് സ്കൂളിൽ മാത്രമല്ല, വീട്ടിലും ആ എൻവയോൺമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ വീട്ടിലുള്ള ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പലപ്പോഴും അമ്മമാരിലാണ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ വരുന്നത്. ആരെങ്കിലും അച്ഛന്മാരോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു മെമ്പേഴ്സ് ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടെങ്കിൽ മൈ റിക്വസ്റ്റ്, നമ്മളുടെ എല്ലാവർക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു കുഞ്ഞു വളരുന്ന എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും. കാരണം അതിന്റെ ആ റെസ്പോൺസിബിലിറ്റി ഒരുമിച്ച് ഏറ്റെടുത്ത് അത് നമുക്കൊരു അഭിമാനം തരുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. അല്ലാതെ അമ്മയുടെ മാത്രം അല്ലെങ്കിൽ ആ വീട്ടിലൊരു സ്ത്രീയുടെ മാത്രം ഒരു കടമയായിട്ട് കാണരുത്. അപ്പൊ എൻവയോൺമെന്റ് നല്ല കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തെടുക്കണം. അതിന് നല്ല അറിവ് ഉള്ള ഒരാളായിരിക്കണം. അപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ കാര്യം പറയുന്നത് അപ്പൊ ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ വെറുതെ ഒരു കോഴ്സിന് ചേർന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതല്ല, നമ്മൾ ഇതിനെ പറ്റി നല്ല നോളജ്, എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് അത് നല്ലപോലെ ക്ലാരിഫൈ ചെയ്ത് അതൊരു നോളജ് ആയിട്ട് അറിവായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഒന്നും അറിയാതെ പോയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യുന്നത് അത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റ് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. അപ്പൊ നല്ലപോലെ നോളജബിൾ, അതുപോലെ തന്നെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അഡൾട്ട് ആയിരിക്കണം ഇത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. അപ്പൊ ഈ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും?
നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളതല്ല ഫ്രീഡം. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഫ്രീഡം നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ഇഷ്ടപ്പെടും, അതാണ് അവിടുത്തെ ഫ്രീഡം. വി ലൈക്ക് വാട്ട് വി ഡു, അതാണ് അവിടുത്തെ ഫ്രീഡം. അത് ചെയ്യുന്നതിനെ അവർ അത്രയധികം ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ പല മെറ്റീരിയൽസും അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാറ്റ്സ്, അവർ തന്നെ പോയി എടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത്. ഈ മാറ്റ് അവര് ഫോൾഡിങ് ആണെങ്കിൽ അൺഫോൾഡ് ചെയ്ത് വെക്കുകയോ, റോളിംഗ് ആണെങ്കിൽ അൺറോൾ ചെയ്തിട്ട് അതിന്റെ മുകളിൽ മെറ്റീരിയൽസ് വെക്കുന്നു. അപ്പൊ അവരുടെ ആ ഒരു വർക്കിംഗ് സ്പേസ് ലിമിറ്റഡ് ആയി, വേറൊരാൾക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല. അവരാ മാറ്റ് ഉൾപ്പെടെ ആ ഏരിയ തന്നെ റെസ്പെക്ട് ചെയ്യും. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടും അനങ്ങരുത്, ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യണം എന്നുള്ളത് അവരുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ആകുകയാണ്. അപ്പൊ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നു, മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യുന്നു, എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, റെസ്പെക്ട് ഫോർ ഹിംസെൽഫ് ഓൾസോ. അങ്ങനെ ഇവന്റെ റിപ്പീറ്റ് ചെയ്ത് പ്രോഗ്രസ് കൂടുന്നു. പിന്നെ മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ് ഒരു എൻവയോൺമെന്റിലുള്ളത്. ഇവിടെ ക്ലോസ്ഡ് ക്ലാസ് റൂംസ് അല്ല, ഇവിടെ ഡോർസ് ആൻഡ് വിൻഡോസ് അങ്ങനെ ക്ലോസ്ഡ് ആക്കിയിട്ടുള്ള ക്ലാസ് റൂംസ് അല്ല. വരാന്തകൾ നിറയുണ്ട്, ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്തയുണ്ട്. സോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. പിന്നെ മെറ്റീരിയൽസ് കുട്ടിയുടെ ചൈൽഡ് സൈസിലുള്ളതായിരിക്കും. എല്ലാ ഷെൽഫും ഫർണിച്ചറും എല്ലാം പിന്നെ ഓപ്പൺ ഷെൽഫ് ആയിരിക്കും. സോ മെറ്റീരിയൽസ് പോയി സെലക്ട് ചെയ്യാം. പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാം, അവർക്ക് എന്ത് വേണമെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കാം. ബട്ട് ഇതെല്ലാം ആണെങ്കിലും, ഇങ്ങനെ എല്ലാ ഫ്രീഡം ഉണ്ടെങ്കിലും അവിടെ ആരുണ്ട്? ഒബ്സർവ് ആയിട്ട് ഫെസിലിറ്റേറ്റർ ഉണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അൺവാണ്ടഡ് ആക്ഷൻസ് കാണുവാണെങ്കിൽ, ഒട്ടും സോഷ്യബിൾ അല്ലാത്ത എന്തെങ്കിലും കാര്യം കാണുവാണെങ്കിൽ അവർക്ക് ഇടപെടുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പ്രഷർ ഇല്ല, കുട്ടികളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പ്രഷറൈസ് ചെയ്യുന്നില്ല, കോമ്പറ്റീഷൻസ് ഇല്ല. ആ രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് വരുന്നത്. പിന്നെ റിയാലിറ്റി ആയിട്ടും നേച്ചറുമായിട്ടും കണക്ട് ചെയ്യും. ഒരു യൂണിവേഴ്സിന്റെ മിനിയേച്ചർ വേർഷൻ ആണ് ഇതിനകത്തുള്ളത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽസ് വളരെ അതിന്റെ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റർ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവർ ആ രീതി തന്നെ ഫോളോ ചെയ്യും. കുട്ടികൾ എപ്പോഴും നമ്മളെ ഫോളോ ചെയ്യും, അല്ലാതെ അവരുടെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള രീതികൾ അവർ ആദ്യമേ ഉണ്ടാകുന്നില്ല. അവർ നമ്മളെ ഫോളോ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്യും, പലപ്പോഴും റോൾ മോഡൽ ആക്കാൻ നോക്കും. സോ ആ ഒരു ക്വാളിറ്റി എല്ലാം നമുക്ക് ഇതിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ മെറ്റീരിയൽസ് അതിനനുസരിച്ച് തന്നെ അവരെ പ്രസന്റ് ചെയ്യുക, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആണ്, റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്. അത് മാത്രമല്ല ഇതിന്റെ എറർ, അതായത് എന്തെങ്കിലും ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആവുകയാണെങ്കിൽ തന്നെ ആ കൺട്രോൾ ഓഫ് എറർ അത് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. കുട്ടികൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വെറുതെ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് അല്ല, ഓരോ മെറ്റീരിയൽസിനും ഓരോ പർപ്പസ് ഉണ്ട്. ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കുട്ടികൾക്ക് ആദ്യമേ തന്നെ നമ്മൾ അതിനൊരു പ്രസന്റേഷൻ ഡെമോ കൊടുക്കുമ്പോൾ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽസ് മാത്രം എടുത്തുകൊണ്ട് വരണം. ആ ഒരു രീതിയിലുള്ളൊരു മെസ്സേജ് കുട്ടികളുടെ ഉള്ളിലേക്ക് ആദ്യമേ തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെ ആവശ്യമുള്ള മെറ്റീരിയൽസ് മാത്രമാണ് കുട്ടികൾ എടുക്കുന്നത്. അത് മാറ്റിലോ ടേബിളിന്റെ മുകളിലോ ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ അവർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരത് ഷെൽഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. എല്ലാ മെറ്റീരിയൽസും അടുത്തൊരു കുട്ടി വന്ന് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരരുത്. Then comes fundamental lessons. Okay. Fundamental lesson. ഈ മോണ്ടിസോറി മെറ്റീരിയൽസിന് മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ബ്രിവിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഇതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ബ്രിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ വളരെ ബ്രീഫ് ചെയ്യണം. ആ ഇൻഫർമേഷൻ വളരെ ചുരുങ്ങിയ വേർഡ്സിൽ. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ദെൻ ഒബ്ജക്ടിവിറ്റി.
ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ഫിനോമിനൻ. അതായത് നമ്മൾ ഒരു മെറ്റീരിയൽ അവർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട്, അതാണ് ആ സിംപ്ലിസിറ്റി എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ബ്രീഫ് ചെയ്യണം. ദാറ്റ് ഇസ് ബ്രിവിറ്റി. ഓരോന്നിന്റെ ഒബ്ജക്ടിവിറ്റി, ഇമ്പോർട്ടൻസ് അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അവര് ജഡ്ജ് ചെയ്യണം. അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം അത്. ഇപ്പൊ അഡീഷൻസ് റിപ്പോർട്ട് അത് നമുക്ക് കാണുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായി നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് അതിന്റെ ഒബ്ജക്ടിവിറ്റി എന്താ, കൗണ്ടിങ് പഠിക്കുക, നമ്പർ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ബ്രിവിറ്റി, ദാറ്റ് ഈസ് ബ്രീഫ് ചെയ്യുക, ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പറയുക. സിംപ്ലിസിറ്റി, സിമ്പിൾ ആയിട്ട് പറയുക. അതിന്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ളത് ആണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതൊന്ന് എക്സാമിനൊക്കെ ചോദിച്ചിട്ട് പലരും അത് തെറ്റിച്ചിട്ടുണ്ട്. 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊന്നും ചിലർക്ക് കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ അവരെ പ്രസന്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫെസിലിറ്റേറ്റർ സൈഡിലേക്ക് മാറണം, കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യണം അത് ചെയ്തു നോക്കാനായിട്ട്. ഇതിലൊക്കെ ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇന്റർമീറ്റ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ബോണസ് ആയി കിട്ടുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എന്ത് ആക്ടിവിറ്റി ചെയ്താലും അവർക്കൊരു ബൈ പ്രോഡക്റ്റ് പോലെ വരുന്നതാണ് ലാംഗ്വേജ്. പിന്നെ നമ്മൾ പറഞ്ഞു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയായിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ? അത് പഠിക്കുക മാത്രല്ല, യു പീപ്പിൾ ഹാവ് ടു അപ്ലൈ ഇൻ യുവർ ലൈഫ്. വൈവേലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അന്നും പലതും ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ക്വാളിറ്റീസ് ഒക്കെ വെറുതെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വായിക്കരുത്. പ്ലീസ് അപ്ലൈ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ പല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ നമുക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ അവരുടെ പ്രോഗ്രസീവ് ചാർട്ട് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് കോൺസെൻട്രേഷൻ ലെവൽ, കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ 3, 2, 1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അതായത് കുട്ടി നല്ല ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്തത് കോൺസെൻട്രേഷൻ ലെവൽ 3. മേ ബി ഇൻ ബിറ്റ്വീൻ ഈ കോൺസെൻട്രേഷന്റെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാകും. അപ്പൊ അതും നമ്മൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലെവലിന് നിങ്ങൾക്കൊരു നമ്മളുടേതായ ഒരു ചാർട്ട്, വർക്ക് സൈക്കിൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അത് എല്ലാ കുട്ടികളും ഒരുപോലെ ആണെന്നല്ലോ, അതൊക്കെ അപ്പ് ടു യു. കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കുട്ടി വളരുന്ന എൻവയോൺമെന്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കുട്ടി പോകുന്ന സ്കൂളില് പലപ്പോഴും സ്കൂളുകളുമായിട്ട് എപ്പോഴും പാരന്റ്സ് ഒരു കണക്ഷൻ വേണം. കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും സ്കൂളുകളിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് വേണം. നെക്സ്റ്റ് എന്നോട് ടെൻഡൻസീസ് അല്ലേ പറഞ്ഞേ? Yes, ma'am. എനിക്ക് ടെൻഡൻസീസ് ഞാൻ എടുക്കാം. അതുകൊണ്ട് ചാപ്റ്ററിന്റെ ഇല്ലത് ആൻസർ. നമുക്ക് ടെൻഡൻസീസ് പലതും ഉണ്ട്. ഈവൻ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡൻസീസ് എടുത്തു കഴിഞ്ഞാൽ കുറെ ലിസ്റ്റ് നമുക്ക് കിട്ടും അല്ലെ? സംടൈംസ് ലൈക്ക് ഒരു തമാശ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സംടൈംസ് ചിലപ്പോൾ സെയിം തമാശ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ അവർ മൂഡ് അല്ലെ? അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലും പല ടെൻഡൻസീസും ഉണ്ട്. ഇതിനകത്തൊരു 14 ഇമ്പോർട്ടന്റ് ടെൻഡൻസീസ് ആയിട്ട് പറയുന്നു. അതിലെ ഫസ്റ്റ് വൺ എക്സ്പ്ലോറേഷൻ. ആദ്യ കാലത്ത് മനുഷ്യനുണ്ടായ അന്ന് തുടങ്ങിയുള്ള ഒരു ടെൻഡൻസിയാണ്. അവര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എക്സ്പ്ലോറേഷൻ. അത് പണ്ടത്തെ മനുഷ്യരെന്തായിരുന്നു, അവരാദ്യം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അവര് മരത്തിന്റെ കൊമ്പൊക്കെ കൊണ്ട് അവർക്ക് ടൂൾസ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർക്ക്
ഇപ്പൊ പ്രൊട്ടക്ഷൻ ഫ്രം അനിമൽസിൽ നിന്നും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. പിന്നെ അവർ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് അത് ഷാർപ്പൻ ചെയ്തിട്ട് അങ്ങനെ ടൂൾസ് ഉണ്ടാക്കി. പിന്നെ അത് ബ്ലണ്ട് ആയിട്ടിരിക്കണം, കാരണം അവർക്ക് ഷാർപ്പായിട്ടുള്ള ഭയങ്കര കട്ടിയുള്ളതിനെയൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മീറ്റ് ഒക്കെ അവർ കഴിക്കാൻ തുടങ്ങിയല്ലോ. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ഇവര് മണ്ണൊക്കെ കുഴിച്ചു തുടങ്ങിയപ്പോഴേക്കാണ് അവർക്ക് മെറ്റൽ കിട്ടുന്നത് മണ്ണിനടിയിൽ നിന്ന്. പിന്നെ അത് ഉപയോഗിച്ച് ഷാർപ്പായിട്ടുള്ള അങ്ങനെയൊക്കെ പല രീതിയിലും പല കാര്യങ്ങളും അവർ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഒരു ഡ്രസ്സ്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആളുകൾ കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഷെൽട്ടർ വേണം തോന്നി, പിന്നെ കൃഷി ചെയ്യണം തോന്നി. കൃഷിക്ക് വെള്ളം ആവശ്യമെന്ന് വന്നപ്പോൾ റിവർ സൈഡിലേക്ക് പോയി. അപ്പൊ അവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. പിന്നെ ബാർട്ടർ സമ്പ്രദായം വന്നു അല്ലെ. ഫിഷ് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് ഫിഷ് വാങ്ങുന്നു, പകരം അവർക്ക് ക്ലോത്ത് നെയ്യുന്നവരാണെങ്കിൽ ക്ലോത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇത് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആളുകൾ മനുഷ്യർ ആദ്യകാലം തുടങ്ങി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റ് ചെയ്യാം അല്ലെ. നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ റിപ്പീറ്റേഷൻ നമ്മൾ പറയും. നമ്മളും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു മൂവി, ഒരു ബുക്ക് നമുക്ക് വീണ്ടും വീണ്ടും അത് ഇഷ്ടം തോന്നും ചിലപ്പോൾ വായിക്കാൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തി, നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്, അവരോട് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തോന്നും, അവരെ വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നും. ഇതെല്ലാം റിപ്പീറ്റേഷൻ പലതിലും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം നമുക്കത് വീണ്ടും വീണ്ടും ഉണ്ടാക്കണം തോന്നും, അല്ലെങ്കിൽ പോയി കഴിക്കണം തോന്നും. അങ്ങനെ എന്തോ തന്നെയാണെങ്കിലും റെപ്പിറ്റേഷനും ഹ്യൂമന്റെ ഒരു ടെൻഡൻസി തന്നെയാണ്. ഇത് ഹ്യൂമൻ ടെൻഡൻസി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് വി ക്യാൻ കണക്ട് ടു ചൈൽഡ്, കുട്ടികളുടെ ടെൻഡൻസിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആദിമ മനുഷ്യന്റെ കാര്യമായതുകൊണ്ടാണ് ഫസ്റ്റ് ആ എക്സ്പ്ലോറേഷൻ തന്നെ വന്നത്. നെക്സ്റ്റ് ഗ്രിഗോറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഗ്രിഗോറിയസ്നെസ് എന്ന് പറയും. പിന്നെ ഓർഡർ, അതിന് മുമ്പ് ഓർഡർ എന്ന് പറഞ്ഞോട്ടെ. ഓർഡർ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഇങ്ങനെ ഇപ്പം ഓരോരുത്തരും അവരവരുടെ വീട് അറേഞ്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നമുക്ക് നമ്മുടെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങൾക്ക് അവരുടേതായ ഒരു ഓർഡർ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ പറയാൻ മോണ്ടിസോറി പറയണ്ടായി, ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ട് ഒരു അമ്മയും കുഞ്ഞിന്റെയും കാര്യം. അമ്മ ചൂട് കാരണം ജാക്കറ്റ് കയ്യിലിട്ടപ്പോ കുട്ടി ഭയങ്കരമായിട്ട് വാശിയെടുത്ത് കരഞ്ഞു. മറ്റുള്ള ആളുകൾക്കൊന്നും ഇത് എന്തിനാന്ന് മനസ്സിലായില്ല. എല്ലാരും കുട്ടിയെ മാറി മാറി എടുക്കുന്നു, ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. അമ്മ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അറിയാൻ മോണ്ടിസോറി ഇത് വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർക്ക് കാര്യം മനസ്സിലായി. അവര് അമ്മോട് പറഞ്ഞു, ഞാൻ ഈ ജാക്കറ്റ് ഇടാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ജാക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിലൊക്കെ മാറി, അവൻ ഹാപ്പി ആവും. ദാറ്റ് മീൻസ് അവനെ സംബന്ധിച്ച ഓർഡർ എന്ന് പറയുന്നത് ജാക്കറ്റ് കയ്യിൽ തൂക്കിയിടാനുള്ള സാധനമല്ല, ഇടാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർഡർ. അതുപോലെ തന്നെ അഡൾട്ടിനും ഉണ്ടാകും അവരുടേതായിട്ടുള്ള ഒരു ഓർഡർ. രാവിലെ എണീക്കുന്നു, അവർ പല കാര്യങ്ങളും ചെയ്യുന്നു. ആ ഓർഡറിൽ തന്നെ ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. നമുക്ക് നിർബന്ധിച്ച് ആ ഓർഡർ തെറ്റിക്കാൻ പറ്റില്ല പലപ്പോഴും കുഞ്ഞുങ്ങളുടെ. അപ്പൊ അവർക്ക് അതാണ്. അപ്പൊ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഈ ഓർഡർ ഹെൽപ്പ് ചെയ്യും. രാവിലെ നമുക്ക് ജോലിക്ക് പോകണം. സോ രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്ത്, നമുക്ക് ബസ്സിലാണ് പോകുന്നെങ്കിൽ ആ ബസ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇത്ര മണിക്കാണ്. സോ അത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു. ആ ഓറിയന്റേഷൻ, അത് ഈ ഓർഡറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രിഗോറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഗ്രൂപ്പിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ, അങ്ങനെയൊക്കെ താല്പര്യപ്പെടുന്നത്. അതാണ് ഗ്രിഗോറിയസ്നെസ് ഉള്ള ടെൻഡൻസി. അതിന്റെ പല ടെൻഡൻസീസും ഒന്നൊന്നിനോട് കണക്റ്റഡാ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നാണല്ലോ. അപ്പൊ ഗ്രിഗോറിയസ്നെസിന്റെ ഒപ്പം വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഗ്രൂപ്പിൽ ഇരിക്കാൻ ഇഷ്ടമാണ്, ഗ്രൂപ്പും ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വളരെ താല്പര്യം. ദാറ്റ് ഈസ് ഗ്രിഗോറിയസ്. അപ്പൊ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നമ്മളുടെ പല എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് നമ്മളും ക്യൂരിയസ് ആ. എന്താ അത് അങ്ങനെ, എന്തുകൊണ്ട് അത് ഇങ്ങനെ സംഭവിക്കാതെ, നമ്മളും ചോദിക്കാറുണ്ട്. വൈ ക്വസ്റ്റ്യൻ, ഹൗ, അല്ലെ, തിങ്സ്, ഈവൻസ്, അതിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ ഈ പണ്ടത്തെ ആളുകൾ ഇപ്പോഴത്തെ ആളുകൾ തമ്മിലുള്ള കണക്ഷൻ വളരെ ഈസിയാണ്. ഫോണുണ്ട് നമുക്ക്, നമ്മുടെ ഡിജിറ്റൽ വേൾഡ്, ആ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് വളരെ അധികമുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരാളെ പറഞ്ഞ സമയത്ത് കണ്ടില്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു മീഡിയം നമ്മുടെ ഇപ്പൊ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഏർലി മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പലതും ത്രൂ അബ്സ്ട്രാക്ഷൻസ് കണ്ടിട്ടില്ലേ. ഈ എക്സ്കവേഷൻസ് ഒക്കെ അവരിങ്ങനെ ഓരോന്നും ചെയ്ത് റിസർച്ച് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേക്കും പല കേവ്സിന്റെ ഉള്ളില് പല പിക്ചേഴ്സ്, പല സിംബൽസ് അങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ ഇങ്ങനെ ആളുകൾ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമായിരുന്നു, ഈ അബ്സ്ട്രാക്ഷൻ എന്നുള്ള മെത്തേഡ്. ഒന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോകുന്ന വഴിക്കായിരിക്കും അടുത്ത ഫ്രണ്ടിന്റെ വീട്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഈവൻ അവര് ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെടിയുടെ ഒരു കൊമ്പ് മുറിച്ചിടും. അവർ പോയി എന്നുള്ളതിന്റെ ഒരു സൈനാണ്. അതാണ് അപ്പൊ ആദ്യമ മനുഷ്യൻ യൂസ് ചെയ്തിരുന്ന ഇതുപോലുള്ള ലാംഗ്വേജസ്, സൈൻ ലാംഗ്വേജസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അബ്സ്ട്രാക്ഷൻസ്. അവരുടെ ആ ഒരു പിന്നെ ചിലത് ഇമാജിൻ ചെയ്യുമ്പോൾ അവരിപ്പോ ഒരു അനിമലിനെ പിടിച്ചു, അവരത് വരച്ചു വെക്കും. അവരുടെ അന്നത്തെ ലൈഫ് സ്റ്റൈൽ മുഴുവൻ അവർ വരച്ചു വെക്കുകയോ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് അബ്സ്ട്രാക്ഷൻസ് യൂസ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട്, പിന്നെ പലത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. അതായത് ഇവർക്ക് ഒരു ഷെൽട്ടർ വേണമെന്നുള്ളൊരു ഫീൽ വന്നത് മേ ബി അനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് അവർക്ക് വേണ്ടിയിട്ട് ഷെൽട്ടർ ഉണ്ടാക്കുന്ന കണ്ടിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അസംഷനിലൂടെ കേട്ടോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റി. പലതും അറിയാനുള്ള ആഗ്രഹം പലപ്പോഴും മനുഷ്യരെ പ്രകടിപ്പിക്കാനുണ്ട്. ചിലപ്പോൾ രണ്ടുപേര് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആക്ച്വലി നമുക്കൊരു നാച്ചുറൽ ടെൻഡൻസി എന്താ പറഞ്ഞതെന്നൊന്നും അറിയാനായിട്ട്. പിന്നെ കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, വർക്ക്, ഇതെല്ലാം കണക്റ്റഡ് ആയി വരുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ ഹ്യൂമൻസിനും ഒരു ഇന്റലിജൻസ് ലെവൽ ഉണ്ട്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അല്ലെ, ഇന്റലിജൻസ് ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ഇമാജിനേഷൻ, അവരുടെ കുറെ ഇമാജിനേഷൻസ് ഉണ്ടാവും. അത് അവരെ ക്രിയേറ്റിവിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ ആ ഒരു എങ്ങനെ അവർ ഇമാജിൻ ചെയ്ത കാര്യം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, അതിന് അതവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ എനിക്കൊരു ക്രിയേറ്റിവിറ്റി ലൈക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കണം, അപ്പൊ ഞാനത് എന്തൊക്കെ സാധനങ്ങൾ വേണം, അപ്പൊ എന്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ, അതിന് എത്ര അപ്പൊ അതിനൊരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ വരുന്നു. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും അത് ശരിയാണെന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് റിപ്പീറ്റേഷൻ. പിന്നെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യും. കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുമ്പോൾ പലപ്പോഴും എന്താണ്, നമ്മൾക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ട്. നമ്മൾ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ആ ഒരു വർക്ക് അത് വരും. അതാണ് അത് എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഇൻഡിപെൻഡൻസ് എല്ലാവരിലും ടെൻഡൻസിയാ. ആരെങ്കിലും നമ്മളെ ഭയങ്കര ഒരു സ്ലേവിനെ പോലെ പിടിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെ ഒരു ഉദ്ദേശം. സോ ഇൻഡിപെൻഡൻസ് എപ്പോഴും അതിനൊരു ടെൻഡൻസിയാണ്. ഓക്കെ, നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പുതിയ കുട്ടിയാണോ? തന്നെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ആ ഒരു ടെൻഡൻസി എല്ലാവർക്കും വരും. ആ ഒരു ഇൻഡിപെൻഡൻസ് ഉള്ളത്. നമ്മൾ പലപ്പോഴും നേച്ചറുമായിട്ട് അഡാപ്റ്റ് ആകണം. അഡാപ്റ്റേഷൻ ആ ഒരു മോണ്ടിസോറി ടേമിൽ വരുന്നതാണെങ്കിൽ ഞാനിപ്പോ ടെൻഡൻസിയിൽ അതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നിർബന്ധം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതോ കോംപ്രമൈസ് ചെയ്യുന്നതോ ആവും. നമ്മളുടെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുന്നതാണ് അഡാപ്റ്റേഷൻ. അത് കുഞ്ഞുങ്ങളിൽ വളരെ ഈസിയാ. കുട്ടികൾ പെട്ടെന്ന് റിയാലിറ്റി അല്ലെങ്കിൽ നേച്ചറുമായിട്ട് അഡാപ്റ്റ് ആകും. പക്ഷെ വലിയ ആളുകൾക്ക് അഡാപ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുപ്പത്തിൽ ഒട്ടും അഡ്ജസ്റ്റഡ് ആകാത്ത ആളുകളാണ് അഡൾട്ട് ആകുമ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടി ഭയങ്കരമായിട്ട് വരുന്നത്. അപ്പൊ ചെറുപ്പം മുതലേ അവരുടെ സർക്കംസ്റ്റാൻസസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകും. അവരൊരു പോകുന്ന ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ പോവാണ് കുട്ടി. ചെറുപ്പം തുടങ്ങി ഒട്ടും അഡ്ജസ്റ്റഡ് ആകാത്ത കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, വേറൊരു സ്ഥലത്ത് പോകുന്നു, തന്നെ താമസിക്കേണ്ടതായിട്ട് വരുന്നു, കുറെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യുന്നതായിട്ട് വരുന്നു. അപ്പോഴും ഭയങ്കര പ്രോബ്ലം വരും. അഡാപ്റ്റേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറി ടേം ആണെങ്കിലും ഞാൻ ഈ ടെൻഡൻസിയുടെ കൂടെ നിന്ന് പറയുകയാണ്. ടെൻഡൻസീസ് ഇതാണ്. ആദിമ മനുഷ്യൻ തുടങ്ങിയിട്ട് ഉള്ള പല ടെൻഡൻസീസും ഉണ്ട്. നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഡൻസീസ് പല രീതിയിൽ കാണും. നെക്സ്റ്റ് മോണ്ടിസോറി ടേംസിൽ കുറെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. ഈ മോണ്ടിസോറി ടേംസിലാണ് ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു അഡാപ്റ്റേഷൻ. ഓക്കെ, ഇത് ഞാനിപ്പോ ഇതിന്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും
നമുക്ക് കോമ്പാറ്റബിൾ, സൂട്ടബിൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലൊരു അഡാപ്റ്റഡ് പേഴ്സണ് മാത്രമാണ് അങ്ങനെ ഡെവലപ്ഡ് ആകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഒട്ടും അഡ്ജസ്റ്റഡ് ആകാത്ത ഒരാൾക്ക് ഒരിടത്ത് ചെന്നാലും വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഡെവലപ്മെന്റിന്, ഗ്രോത്ത് അല്ല ഡെവലപ്മെന്റ്, അതിന് നല്ല പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് പോകും. അപ്പൊ അഡാപ്റ്റേഷൻ ഫസ്റ്റ് ടേം ആയിട്ട് വന്നു. ദെൻ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് നമുക്കറിയാം, നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബേബി ആയപ്പോ തുടങ്ങി നമ്മൾ വലുതാകുവാണ്, അഡൾട്ട്ഹുഡിലേക്ക് ആവുന്നത്. അതൊരു നോഷനാണ്. നോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ കൺസെപ്റ്റ് ആണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അതായത് സ്മോൾ എന്നുള്ള ഒരു മീനിങ് ആണ് നോഷൻ വരുന്നത്. സ്മോൾ ടു ബിഗ്, അതാണല്ലോ നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ കുഞ്ഞായിരുന്നു, പിന്നെ നമ്മളെ എല്ലാ ഏരിയയിലും നമ്മൾ വളർന്ന് നമ്മളൊരു അഡൽട്ട് ആയിട്ട് മാറുന്നു. സോ അതാണ് ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ ഈ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ പല കാര്യങ്ങളുണ്ട്, അല്ലെ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലൈഫിൽ പല ട്രിഗർ കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോന്നിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോ മാത്സ് നമുക്ക് ഭയങ്കര ടഫായിരുന്നു, പക്ഷെ മാത്സ് എടുക്കാനായിട്ട് ഒരു പുതിയ ടീച്ചർ വന്നു, ഒരു പുതിയ മിസ് വന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര നല്ല ആക്ടിവിറ്റീസിലൂടെ നമ്മൾ മാത്സ് പഠിപ്പിച്ചു, നമ്മൾ മാത്സ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. സോ നമുക്ക് അവിടെ കിട്ടിയ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ഒരു രീതിയാണ്, അല്ലെ? അപ്പൊ അതാണ് ഈ നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ നമ്മൾ അവിടെ ഇവിടെ നമ്മളെ പലതും ട്രിഗർ ചെയ്യും. അതാണ് നമ്മളെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ, സെക്ഷുവാലിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെയും ആളുകൾ ജനിക്കുമ്പോ ഒക്കെ തന്നെ ജനിച്ച് കുറച്ച് നാളെല്ലാവരും ബൈസെക്ഷൽ ആയിരിക്കും. നമുക്ക് രണ്ട് സെക്സിനോടും അട്രാക്ഷൻ തോന്നും. ബട്ട് സംഹൗ നമ്മൾക്ക് എവിടെയോ ഒരു ട്രിഗർ കിട്ടുമ്പോഴാണ് അത് സ്ട്രെയിറ്റ് ആകുന്നത്. അങ്ങനെ ട്രിഗർ കിട്ടാതെ വരുമ്പോഴാണ് അതർ സെക്ഷൽ ഓറിയന്റേഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഈ ഒരു ട്രിഗർ കറക്റ്റ് ആ ഒരു ഏജിൽ കിട്ടുമ്പോഴാണ് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ. ഹസ്ബൻഡ് പറയുവാൻ, ഹസ്ബൻഡ് ഒറ്റ മോനാണ്, ആള് ആൺകുട്ടികളോടായിരുന്നു കൂട്ട്. ഒരു 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി, റിലേറ്റീവ് ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തുടങ്ങിയെന്ന് പറയുന്നത്. എവറി പേഴ്സൺ, ഈവൻ നമ്മൾക്കും ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു ട്രിഗർ കിട്ടുന്നത്. അപ്പൊ അതാണ് ഓരോ രീതിയിലുള്ള ഡെവലപ്മെന്റിലേക്ക്. അപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇപ്പൊ ശ്രദ്ധിക്കണം, അവരെ നമ്മൾ കെയർ ചെയ്യണം ഏതൊരു ഏജിലാണെങ്കിലും. കാരണം അവർ ഒട്ടും സെക്യൂർ അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ പോകാനുള്ള ഇട നമ്മൾ വരുത്തരുത്. വെക്കേഷൻസ് ആണ്, പലരും കസിന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു, ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സേഫ് ആണ്, സെക്യൂർ ആണ്, മേ ബി ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ചാൻസ് എടുക്കരുത്, റിസ്ക് എടുക്കരുത്. നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ട് ഏൽപ്പിക്കാൻ പാടുള്ളൂ. പലപ്പോഴും അവരെ പല രീതിയിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്ന് അവർക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഈ ട്രിഗർ, ഈ ഒരു പ്രശ്നം വരും. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ നമ്മളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് നമ്മളോട് ഓപ്പൺ അപ്പ് ആകാനുള്ള സ്പേസും ഉണ്ടാക്കി കൊടുക്കണം. അവരെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അവര് നമ്മുടെ അടുത്ത് ഓടി വന്ന് ഓപ്പൺ അപ്പ് ആയി പറഞ്ഞ് നമ്മളവിടെ ഇടപെടുക തന്നെ വേണം. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരിക്കും. പലപ്പോഴും ആൺകുട്ടികളെ പല രീതിയിലും മിസ്യൂസ് ചെയ്യാറുണ്ട് ഹോമോ ആയിട്ടുള്ള ആൾക്കാര്. അത് അവരെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. പെൺകുട്ടികൾ പിന്നെയും ഓപ്പൺ അപ്പ് ആവും തോന്നും, പക്ഷെ ആൺകുട്ടികൾ ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. അവർക്കറിയില്ല ആരോടാ ഇത് പറയേണ്ടതെന്നുള്ളത്. അമ്മോട് പറയണോ, അച്ഛനോട് പറയണോ. അപ്പൊ ആ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം, കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കണം. ഇത് ഞാൻ പല കേസസിനും കണ്ടതുകൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞത്. ഈ ഡെവലപ്മെന്റ് വന്നപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മുടെ പല ഡെവലപ്മെന്റ് സ്റ്റേജസിലും പല ട്രിഗർ വരും. നമ്മുടെ ഉള്ളിൽ തന്നെ ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് പല രീതിയിലും ഹോർമോൺസ് ശരിക്കും നമുക്ക് ട്രിഗർ ചെയ്യുവാണ് ചെയ്യുന്നത്. അതൊരു എനർജിയാണ്, ഒരു വൈറ്റൽ എനർജി സോഴ്സ് ആണ് ഹോർമോൺ എന്ന് പറയുന്നത്. അതിനെ മറിയ മോണ്ടിസോറിയുടെ ഹോം എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. HORME എന്നുള്ള ഹോം. ഈ ഹോമിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ഹോം എന്നുള്ള ഫോഴ്സ്, ഈ എനർജി സോഴ്സിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇതൊരു വൈറ്റൽ എനർജിയാണ്. നമുക്കൊരു പർപ്പസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള വൈറ്റൽ എനർജി. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഉള്ളിൽ അഡ്രിനാലിൻ ഹോർമോൺ ഉണ്ട്. പെട്ടെന്നൊരു പട്ടി നമ്മുടെ മുന്നിലേക്ക് ഓടി വരുമ്പോൾ നമ്മൾ പേടിക്കുമ്പോൾ ഈ ഹോർമോൺ ആണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആനിമലിന് ആ ഒരു സ്മെല്ല് കിട്ടും, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ
അത് ആ ഒരു പേടി നമ്മുടെ ഉള്ളിൽ വരില്ല. സോ ഇതാണ് എല്ലാ ഹോർമോൺസും, ഇതാണ് ഓരോന്നും ട്രിഗർ ചെയ്യുക. അപ്പൊ നമുക്കിത് ആ ഒരു വൈറ്റൽ എനർജീനെ വേറൊന്നിലേക്ക്, പർപ്പസീവ് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് പറ്റണം. അതാണ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ പല ആക്ടിവിറ്റീസ് അവർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി കൊടുത്ത് അത് അവരെ ഒരു റിസൾട്ട് വരുന്ന ഒരു ഇതിലേക്ക് തിരിച്ചുവിടുമ്പോൾ അവരുടെ ആ എനർജി അവിടെ ഉപയോഗിക്കപ്പെടുവാണ്. അതുപോലെ തന്നെ ഇവിടെ ചെയ്യണം. ഹോം, അത് നമ്മുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഈ ഹോം എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഇതിൽ നോ ആണ്. ഹോർമോൺ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറിയം മോണ്ടിസോറി അതിനൊരു വൈറ്റൽ എനർജി ആയിട്ടാണ് കാണുന്നത്. ആ വൈറ്റൽ എനർജീനെ നല്ലൊരു പർപ്പസീവ് ആക്ടിവിറ്റിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടണം എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ഈ ഒരു എനർജി ഉണ്ട്, വൈറ്റൽ എനർജി സോഴ്സ് ഉണ്ട്. ഈ എനർജി സോഴ്സ് പലപ്പോഴും ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഒരു പ്രൗഡ് ഒരു ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾക്കറിയാം, കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ വഴക്ക് പറയും. കുട്ടി പറയും അതെന്താ അങ്ങനെ സംഭവം, ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻ എന്ന് കുട്ടി പറഞ്ഞാലും നമ്മൾ നീ അറിയാതെ എങ്ങനെയാ അത് സംഭവിക്കുന്നത്. ആക്ച്വലി അവന്റെ ഉള്ളിലുള്ള ഈ വൈറ്റൽ എനർജി അതിങ്ങനെ ഡിസോർഡർ ആയിട്ട് കിടക്കുക. അതുകൊണ്ട് അവൻ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ് പലതും. അത് മാത്രമല്ല, ഇവന്റെ ബോഡി മൂവ്മെന്റും എല്ലാം കോർഡിനേഷനായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ വൈറ്റൽ എനർജീനെ നമ്മൾക്ക് അത് മനസ്സിലാക്കി വേണം നമ്മൾ കുട്ടിയോട് പെരുമാറാനായിട്ട്. അവന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴെ വീണ് പൊട്ടി, നമ്മൾ ഭയങ്കരമായിട്ട് അവന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു. ബട്ട് അവൻ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അത് ചിലപ്പോ അത് ക്യാരി ചെയ്യാനുള്ള അവന്റെ ആ ബോഡി മൂവ്മെന്റ്സോ കോർഡിനേഷനോ ശരിയായിട്ടുണ്ടാവില്ലായിരിക്കും. അറിയാതെ കയ്യിൽ നിന്ന് തെന്നി വീണു പോയതായിരിക്കും. ബട്ട് എനിക്ക് അറിയില്ല അത് എങ്ങനെ താഴെ വീണു, അല്ലെങ്കിൽ അത് കുട്ടി ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത് ഒരു കള്ളല്ല. അതങ്ങനെ കാരണം ഈ ഒരു ഹോം, ഈ എനർജി, അവന്റെ ഉള്ളിലെ എനർജി ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി അടുത്ത നീം എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. എല്ലാ മനുഷ്യരിലും എല്ലാവരിലും ഈ ഒരു മെമ്മറി ഉണ്ട്. ശരിക്കും പറഞ്ഞ ഒരു അൺകോൺഷ്യസ് മെമ്മറിയാണ്, ഒരു ജനറ്റിക് മെമ്മറിയാണ് നീം എന്ന് പറയുന്നത്. അത് ഈ നീം പതുക്കെ പതുക്കെ കോൺഷ്യസ് മെമ്മറി ആയിട്ട് റീപ്ലേസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്ലോറയിലും ഉണ്ട്, ഫോണയിലും ഉണ്ട്. അതായത് പ്ലാന്റ് ലൈഫിലും ഉണ്ട്, അനിമൽ ലൈഫിലും ഈ മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല പോലെ ആൾതാമസമുള്ള സ്ഥലങ്ങളില് ചെടികൾ പെട്ടെന്ന് വളർന്നു കാണാം. എന്റെ വീടിനകത്തൊരു പീസ് ലില്ലി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ പീസ് ലില്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുക. ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. കഴിഞ്ഞ 2 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പീസ് ലില്ലി ഇങ്ങനെ നിന്ന ലില്ലി ഇങ്ങനെ 2 സൈഡിലേക്കായിട്ട് ലീഫും അതിന്റെ ബ്രാഞ്ചും ഒരു ചെറിയ ഫ്ലവർ വന്നിട്ടുണ്ട് അതിനകത്ത്, ഈ ആന്തൂറിയ പോലത്തെ, അതൊക്കെ കൂടി ഇങ്ങനെ വളഞ്ഞിരിക്കുക. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അത് പോയി, അത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എനിക്ക് പറ്റിയൊരു ഞാൻ പോകുന്നതിന് മുമ്പ് അതിനൽപ്പം വെള്ളം ഒഴിച്ചില്ല എന്നുള്ളതാ. ഞാനൊരു വേഗം തന്നെ ഞാൻ വെള്ളം ഒഴിച്ചൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോ ഇങ്ങനെ നിന്ന ബേസിലി എല്ലാം കൂടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നു. സോ അവർക്കും ലൈഫ് ഉണ്ട് അല്ലെ, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നു. ഞാൻ പലപ്പോഴും ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് സംസാരിച്ചോണ്ട് കേട്ടോ. ആരെങ്കിലും വട്ടാന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്യുന്ന ഒരാളാ. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ പ്ലാന്റ് ലൈഫിൽ വ്യത്യാസം. എന്നെ ഇവിടെ കളിയാക്കുകയും ചെയ്യും, ഹസ്ബൻഡൊക്കെ കളിയാക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, അതുപോലെ തന്നെ ജീവനുള്ളതാണ് അതും. അപ്പൊ അതിനോടും സംസാരിക്കണം എന്ന് പറയും. പെറ്റ്സ് ആണെങ്കിലും എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഇതിലെ പോകുന്ന പൂച്ചകളോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഇവർക്കൊക്കെ മെമ്മറി ഉണ്ട്. ഇവര് നമ്മളടുത്ത് വരുമ്പോ ഇവർക്ക് അറിയാൻ പറ്റും, കാരണം ഇവർക്ക് ഈ നെയിം ഉള്ളതുകൊണ്ട്. അപ്പോ നമുക്ക് വൈറ്റൽ എനർജി ഉണ്ട്, ദാറ്റ് ഇസ് ഹോം. അതാണ് പലതും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ വൈറ്റൽ എനർജിയെ നമ്മളൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയിലേക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങളിലെ ഇത് ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ പല പല ആക്ടിവിറ്റീസിലൂടെ വേണം അവരുടെ ആ ഹോം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നീം അതൊരു അൺകോൺഷ്യസ് മെമ്മറിയാണ്, ജനറ്റിക് മെമ്മറിയാണ്. പക്ഷെ അത് ഏജ് കൂടുമ്പോൾ കോൺഷ്യസ് മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. എല്ലാ ലിവിങ് തിങ്സിലും അതുണ്ട്. പിന്നെ അനിമൽസിന്ന് അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഈ മെമ്മറിയുടെ പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. അനിമൽസിൽ ഒരു ഇൻബോൺ പാറ്റേൺ ആയിരിക്കും, നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അനിമൽസിൽ ഒരു ഇൻബോൺ പാറ്റേൺ ആയിരിക്കും. അതേസമയം ഹ്യൂമൻസിൽ ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് പോലെ ആയിരിക്കും നിൽക്കുന്നത്.
ഹ്യൂമൻസിൽ അത് പൊട്ടൻഷ്യലാണ്. അനിമൽസിൽ അതൊരു ഇൻബോൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെയാണെങ്കിൽ മനുഷ്യരിൽ അത് പൊട്ടൻഷ്യലാണ്. അത് ഡൈവേഴ്സ് ആണ്. ഓരോ ആളുകളിലും അത് വ്യത്യാസമായിരിക്കും. അതിനെ പറഞ്ഞ ആ അനിമൽസിൽ വരുന്ന ഇൻബോൺ പാറ്റേൺ മനുഷ്യരിൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിന് കൊടുത്ത പേരാണ്, മറിയം മോണ്ടിസോറി കൊടുത്ത പേരാണ് നെബുലെ. ഇപ്പൊ 3 വേർഡ് മനസ്സിലായോ? ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വൈറ്റൽ എനർജിയാണ്, ഒരു എനർജി സോഴ്സ് ആണ്. കുഞ്ഞുങ്ങളിൽ അതൊക്കെ ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യണം, ഓരോ ആക്ടിവിറ്റിയിലേക്ക് തിരിക്കണം, അവരുടെ ടാലന്റ് മനസ്സിലാക്കി അവരെ ട്രിഗർ ചെയ്യണം, എന്നിട്ട് ആ എനർജി സോഴ്സ് യൂസ് ചെയ്യണം. പിന്നെ വരുന്നത് മെമ്മറിയാണ്. അതൊരു ജനറ്റിക് മെമ്മറിയാണ്. ദാറ്റ് ഇസ് നീം. ആ നീം അനിമൽസിൽ വ്യത്യാസമായിരിക്കും, ഹ്യൂമൻസിൽ വ്യത്യാസമായിരിക്കും, പ്ലാന്റിൽ വ്യത്യാസമായിരിക്കും. എല്ലാ ലിവിങ് തിങ്സിലും ഉണ്ട്, പക്ഷെ എല്ലാത്തിലും വ്യത്യാസമായിരിക്കും. അനിമൽസിൽ അതൊരു ജനിക്കുമ്പോ തന്നെ അവർക്കൊരു ഇൻബോൺ പാറ്റേൺ ആയിട്ട് വരും. ഹ്യൂമൻസിൽ അത് പതുക്കിയാണ് പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നത്. അതിന് മറിയം മോണ്ടിസോറി വിളിച്ച പേരാണ് നെബുലെ എന്ന് പറയുന്നത്. നെബുലെ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ സോളാർ സിസ്റ്റത്തില് സ്റ്റാർസ് ഒക്കെ ഇല്ലേ, ആ സ്റ്റാർസ് ഫോം ചെയ്ത ആ ഒരു ഇതിനെയാണ് നെബുലെ എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ മറിയം മോണ്ടിസോറി ആ വേർഡ് ഒന്ന് അതിൽ നിന്ന് കടമെടുത്തു. അതാണ് നെബുലെ എന്ന് പറയുന്നത്. ഇത് 3ഉം നമ്മളിലുണ്ട്. ഹോം എന്നുള്ള വൈറ്റൽ എനർജി, ഈ ഒരു മെമ്മറി, നീ എന്നുള്ള മെമ്മറി, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നെബുലെ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. മാൻ ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടല്ല ജനിച്ചത്, പക്ഷെ ഈ നെബുലയുണ്ട്. ആ നെബുല എങ്ങനെയുണ്ട്? ആ നെബുല പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ പൊട്ടൻഷ്യൽ. അയാളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കേപ്പബിലിറ്റി, കുട്ടിയുടെ കപ്പാസിറ്റി ഇതാണ്. ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ പോകുകയാണ് തിരിച്ചറിയുന്നത്. പല രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരും. ഈ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, ഇതൊന്നും കുട്ടിക്ക് നിഷേധിക്കരുത്. അപ്പോഴാണ് അവന്റെ ഉള്ളിൽ, കാരണം ഈ നെബുലെ നമ്മൾ അറിയുന്നില്ല ആദ്യം. ഈ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരണം. ഞാൻ ഇത് തന്നെയാണ് നിങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 5 റെക്കോർഡ്സിൽ 4 റെക്കോർഡും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യിച്ചത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ പുറത്തു വരാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ലൈക്ക് അഡാപ്റ്റേഷന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അഡാപ്റ്റേഷൻ റോങ് ആണെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്ത ഹ്യൂമൺ ആയിട്ട് മാറും എന്നാണ് ചിലരെ പറയാറില്ലേ. ഭൂമിക്കും ഭാരമായിരിക്കുന്നു. സെയിം ആണ്. ഇത് വായിച്ച് കൂടുതൽ ടെൻഷൻ ആവണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. പിന്നെ പലപ്പോഴും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓൾറെഡി നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള ഡിഫറൻസസ് ആൾക്കാർക്കുണ്ട്. ഫിസിക്കൽ ഡിഫറൻസസ് നമുക്കറിയാം. ഇത് റെക്കോർഡ് ക്ലാസ്സിൽ ഇടാവല്ലോ മിസ്സേ? ഇത് റെക്കോർഡിംഗ് ആണല്ലോ, റെക്കോർഡിംഗ് ചെയ്തോണ്ടിരിക്കണ്ടോ. എല്ലാവർക്കും കയറാൻ പറ്റിയെന്ന് പറ്റില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് എടുത്താ പറയല്ലേ. പലപ്പോഴും ഫിസിക്കൽ ഡിഫറൻസസ് നമുക്കറിയാം. മാം, ആ ഡിഫൻസ് മെക്കാനിസം കൂടി ഒന്ന് പറയാൻ പറ്റും മാം? ഡിഫൻസ് മെക്കാനിസം അതും കൂടെ പറയണ്ടോ സാർ? ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തന്നെ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, പറയാം. നമുക്ക് മെന്റൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. നമ്മളെല്ലാരും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, വലിയ ആൾക്കാരാണെങ്കിലും ശരി, ഫിസിക്കലി നമ്മൾ കാണാൻ ഒരുപോലെയല്ല. അതുപോലെ തന്നെ നമ്മളുടെ മൂവ്മെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ നടക്കുന്ന പോലെ ആയിരിക്കില്ല സുജാത നടക്കുന്നത്, അല്ലെ. ഞാൻ ഓടുന്ന പോലെ ആയിരിക്കില്ല രമ്യ ഓടുന്നത്. സോ നമ്മുടെ മൂവ്മെന്റ്സും വ്യത്യാസമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഒരു ക്രോസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരിക്കില്ല സിജി ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ സ്പീഡ്, നമ്മുടെ റേറ്റ്, നമ്മുടെ മസിലിന്റെ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഭയങ്കര ഓട്ടക്കാരൊക്കെ ഉണ്ടല്ലേ, അവര് 20 കിലോമീറ്റർ ഒന്നും ഓടിയാലൊന്നും അവരെ ക്ഷീണിക്കില്ല. പക്ഷെ അതുപോലെ ആയിരിക്കില്ല നമ്മളുടെ സ്റ്റാമിന. അപ്പൊ അതൊക്കെ മൂവ്മെന്റിന്റെ ഡിഫറൻസ്. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ താല്പര്യം, അഭിരുചി, അല്ലെ. ഭക്ഷണത്തിനോടുള്ള ടേസ്റ്റിനോടുള്ള ആ ഒരു അത് വ്യത്യാസമായിരിക്കാം. ചിലർക്ക് പുളിയായിരിക്കാം ഇഷ്ടം, മധുരമായിരിക്കാം ഇഷ്ടം, അങ്ങനെ പല രീതിയിലൊക്കെ അറിയാലോ. ആറ്റിറ്റ്യൂഡിലെ ഡിഫറെന്റ്. പലപ്പോഴും പൊളിറ്റിക്കൽ വ്യൂസ്, എന്റെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. റിലീജിയസ്, എന്റെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. ചില ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. ഗ്രൂപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും.
പിന്നെ ഇമോഷണൽ ഡിഫറൻസ്, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വേണം, അതാണ് ഏറ്റവും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അത് നമ്മളെന്തും നമ്മളെന്താ പറയില്ലേ, നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ലൈറ്റ് കിട്ടും. ഒന്ന് മെഴുതിരി പോലെ സ്വയം എരിയുന്നവര്, അവരും പ്രകാശം പരത്തും. അതുപോലെ കണ്ണാടി, മിറർ, അത് റിഫ്ലക്ട് ചെയ്യില്ലേ ലൈറ്റിനെ. നമുക്ക് എപ്പോഴും കണ്ണാടി ആവാനായിട്ട് നോക്കാം. യെസ്, ഹാൻഡ് റൈറ്റിംഗ്. നമുക്ക് കണ്ണാടി ആകുക എന്ന് പറയുന്നത് എന്താ, ഞാനിപ്പോ ഒരാളെ പറ്റി നല്ലത് പറയുമ്പോൾ റിഫ്ലക്ട് ചെയ്യും, അത് എനിക്ക് തന്നെ തിരിച്ചു കിട്ടും അല്ലെ. ഞാൻ അതേസമയം മോശമാണ് പറയുന്നതെങ്കിലും എനിക്കത് തന്നെ തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ്, നമ്മൾ കണ്ണാടി ആകാൻ നോക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാം. അതാണ് പ്രകാശം പരത്തുന്നത്. രണ്ട് രീതിയിൽ പരത്താം. ഒന്ന് മദർ തെരേസിനെ പോലെ സാക്രിഫൈസ് ചെയ്യാം, സ്വയം എരിഞ്ഞു തീരാം. മറ്റത് കണ്ണാടിയാകുക. നമ്മൾ കണ്ണാടിയാകുക എന്നുള്ളത് നോക്കും, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതാണ് അത് ഡിഫൻസ് മെക്കാനിസം അല്ലെ. ഇനി ഇതൊന്നും ബാക്കിയുള്ള അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല. ഡിഫൻസ് മെക്കാനിസം നമ്മള് ഫിസിക്കലി നമുക്ക് ഒരാളെ തടയുക, അതൊക്കെ നമുക്കറിയാം, അതിൻ്റെതായ കാര്യങ്ങൾ അറിയാം. പക്ഷെ മെന്റലി നമ്മൾ ഒരാൾക്ക് ഒരു തട ഇടുന്നത്, അതാണ് ഈ വരുന്ന ഡിഫൻസ് മെക്കാനിസം. പലപ്പോഴും നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു കാര്യത്തില് ഒരു കുറവുണ്ട്. അപ്പൊ നമ്മൾ ഏതിനെങ്കിലും ഹൈലൈറ്റഡ് ആയിട്ട് എൻഹാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും, നമ്മൾ അതിനെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കും. അതാണ് കോമ്പൻസേഷൻ വരുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കുറവുകൾ ഉണ്ടാവും, നമുക്ക് പ്ലസും ഉണ്ടാവും മൈനസും ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അതിനെ ഒന്ന് കൺസീൽ ചെയ്യും നമ്മള്, അതിനെ ഒരു മറ വെച്ചിട്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ഇനി അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനൊരു ഡിക്ഷണറി നിങ്ങളോട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേർഡ് വെബ്. ആ ഡിക്ഷണറിയിൽ ഈ ഓരോ ഡിഫൻസ് മെക്കാനിസം വെറുതെ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ്ങും ആക്ച്വൽ മീനിങ്ങും അതിന്റെ സൈക്കോളജിയിൽ അതെന്താണെന്നുള്ളതും മിക്കതിനും കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 90% ഡിഫൻസ് മെക്കാനിസം അതിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, റാഷണലൈസേഷൻ. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ അതിനൊരു എന്താ പറയാ, ഒരു ലോജിക്കൽ റീസൺ, അതങ്ങനെ സംഭവിച്ചതിന് ഇതുകൊണ്ടായിരിക്കാം അത്. അതായത് നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പറയും, അത് സാരല്ല, ഇതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഫേമസ് ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, ചിലപ്പോ എക്സാം നമ്മൾ കുറെയൊക്കെ പഠിച്ചു, പക്ഷെ ഭയങ്കര ടഫായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ ആ ഒരു ഫ്രസ്ട്രേഷൻ, നമ്മൾ ടഫായത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ഡിസ്കംഫർട്ട്, നമ്മൾ ഡിസ്കംഫർട്ടായി എക്സാം ടഫായപ്പോ, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് ഒന്നും മനസ്സിലാകുന്നില്ല, ഇത് ഇങ്ങനെ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല, ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ എക്സാമിനെ കുറിച്ച്. നമ്മളുടെ ആ ഒരു ആങ്സൈറ്റി, ആ ഒരു അതിനെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വന്ന ഒരു ഫ്രസ്ട്രേഷനെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡ്, അതാണ് റാഷണലൈസേഷൻ. പ്രൊജക്ഷൻ. നമ്മളുടെ ഒരു കാര്യം വേറൊരാളിലേക്ക് അസൈൻ ചെയ്യുക, അതാണ് പ്രൊജക്ഷൻ. പ്രൊജക്റ്റ് ചെയ്യുക, നമ്മളുടെ ഒരു കാര്യത്തെ വേറൊരാളിലേക്ക് നമ്മൾ അതൊരു ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഡൈവേർട്ട് ചെയ്യുക. നമുക്ക് ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഇത് വേറൊരാളിലേക്ക് അത് കാണിക്കുക. നമ്മളിൽ നിന്നും അറ്റൻഷൻ അയാളിലേക്ക് പോകുന്ന രീതിയിൽ, ഇത് അയാളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ദാറ്റ് ഇസ് പ്രൊജക്ഷൻ. അവർ ഓൺ ട്രേറ്റ്സ് ആൻഡ് ഇമോഷൻസ് വേറൊരാളിലേക്ക് അസൈൻ ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ നമ്മൾ ഓർത്തെടുക്കുക, ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെക്കഗ്നൈസിങ് സംതിങ് ഓർ സംവൺ ബൈ റിമെമ്പറിങ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്
നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നു സക്സസ് ഓഫ് അതർ പീപ്പിൾ. അതായത് ഇപ്പൊ ഒരാൾ ചെയ്തൊരു അച്ചീവ്മെന്റ് നമ്മൾ ഓർത്തെടുത്ത് ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നത്, അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് വേറൊരാളെയോ വേറൊരു സംഭവങ്ങളെയോ ഓർത്തെടുക്കുന്നത്. വർഷിപ്പിംഗ് അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾക്ക് ഭയങ്കരമായിട്ട് റിലീജിയസ് ബിലീഫ് ഉണ്ട്, നമ്മള് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുന്നത്, അത് ഐഡന്റിഫിക്കേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം ആണിത്. നമ്മളുടെ ഒറിജിനൽ ഗോൾസ് അല്ലെങ്കിൽ ഡിസയേഴ്സ് അതിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു മറ്റുള്ളവരുടേതുമായിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് കൈമാറ്റം ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ, ഇതിനൊരു എക്സാമ്പിൾ എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂഷന്. ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പോ ലൈക്ക് സറീനക്ക് എന്തോ ഒരു കാര്യം ചെയ്യണം. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പല സമയത്തും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഡേ സ്കോളറാ, ആൾ ടെൻഷൻ പിടിച്ച് ഓടി വരും, അയ്യോ ഞാനൊന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാനൊരു ടോപ്പിക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആളുടെ ടെൻഷൻ കാണുമ്പോൾ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഏതാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കും. സോ അത് ആളുടെ പർപ്പസ് ആണല്ലോ ആ ഒരു ടോപ്പിക് പഠിക്കുക എന്നുള്ളത്. ദാറ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് സബ്ലിമേഷൻ. സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോം ഓഫ് മെക്കാനിസം ആണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഡിസേഴ്സ് ആക്ടിവിറ്റീസ് അതിനെ റീഡയറക്ട് ചെയ്യുന്നു, സോഷ്യലി ഡിസൈറബിൾ ചാനൽസിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമുക്കറിയാം മാരേജ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആണ്, പക്ഷെ മാരേജ് ചെയ്യാതെ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടല്ലേ, അത് എല്ലാരും ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയുവാണെങ്കിൽ മെജോറിറ്റി സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്, വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിനെ സോഷ്യലി, അങ്ങനെ ഒരുമിച്ച് രണ്ടുപേർക്ക് ജീവിക്കണം, അതിനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കണമെങ്കിൽ പറ്റിയ ചാനൽ ഏതാണ്? മാരേജ്. അതാണ് സബ്ലിമേഷൻ. അതും ഒരു തരം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ. നെക്സ്റ്റ് റിപ്രഷൻ. ഫ്രോയിഡിന്റെ മകൾ അന്ന ഫ്രോയിഡും ഒക്കെയാണ് ഇതിന്റെ കുറെ ഈ ഡിഫൻസ് മെക്കാനിസം കുറിച്ചൊക്കെ കുറെ പറഞ്ഞത്. ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് പലപ്പോഴും ആങ്സൈറ്റി, ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇമ്പൾസസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിൽ നിന്നും നമ്മളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബോധപൂർവം അല്ലാതെ ചിലപ്പോൾ പല പ്രശ്നങ്ങളിലും ഒക്കെ പെടുന്നത് നമ്മളെ ഒന്ന് കോൺഷ്യസ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം. അതായത് നമ്മൾ അതൊന്ന് മറന്ന്, നമ്മൾ അൺഡിസൈറബിൾ അല്ലാത്തൊരു കാര്യം അതിനെ നമ്മളൊന്ന് മറന്ന് അതിൽ നിന്ന് നമ്മളെ ഒന്ന് മാറ്റിക്കൊണ്ടുവരുന്നതാണ്. നെക്സ്റ്റ് റിഗ്രഷൻ. നമ്മൾ റൺ അവേ, ഓടിപ്പോവാന്ന് പറയില്ലേ, നമ്മൾക്ക് പറ്റില്ല. അപ്പൊ അടിയിടി നടക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ഒന്ന് അത് നിന്നൊക്കെ മാറി നിൽക്കുന്ന, വളരെ തണുപ്പൻ മട്ടിലുള്ള അങ്ങനെ രീതിയിലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകള്, അതാണ് ഒരു മെച്വർ വേയിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക, അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ വരുമ്പോഴാണ് അവര് കരയുന്നത്, ബെഡ് വെറ്റ് ചെയ്യുന്നത്, പിന്നെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ വരുന്നത്, ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട്. നെക്സ്റ്റ് നെഗറ്റീവിസം. അടുത്തത് സമയമായില്ലേ. നെഗറ്റീവിസം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടില്ലേ കാര്യങ്ങളെല്ലാം പറയുള്ളൂ, ഭയങ്കര പ്രോബ്ലമാറ്റിക്, ഡിഫിക്കൽട്ട് ആയിട്ട്, സ്റ്റബേൺ ആയിട്ടും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് ഭയങ്കര ബാഡ് ടെമ്പറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു ഇൻസൾട്ടിങ് ബിഹേവിയറും ഒക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്, എപ്പോഴും ഒരു നെഗറ്റീവാണ്, ആ ഒരു രീതിയിൽ എന്ത് കാര്യത്തിനോടും നെഗറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സിമ്പത്തിസം. ചില ആളുകൾക്ക് അറ്റൻഷൻ സീക്കിങ്, അവർക്ക് എപ്പോഴും മറ്റുള്ളവർ സിമ്പതി പിടിച്ചെടുക്കുക, അങ്ങനെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട്, പലപ്പോഴും സെക്യൂർ ഫീലിങ്ങിന് വേണ്ടിയിട്ട് സിമ്പതി കുഞ്ഞുങ്ങളിൽ എപ്പോഴും കാണാറുണ്ട്, വലിയ ആളുകളിലും കാണാറുണ്ട്. ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആണ് വിത്ഡ്രോവൽ, അല്ലെ. വഴക്കുകളിൽ നിന്ന് ഒഴിവാകുക, അതൊക്കെ ഒരു
റൈറ്റ് വേയിൽ യൂസ് ചെയ്താൽ നല്ലതാണ് വിഡ്രോവൽ. പക്ഷെ ചില സമയത്ത് വിഡ്രോവൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഓടിപ്പോവുക, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോവുക എന്നുള്ളത് ചിലത് ഫേസ് ചെയ്യാൻ വേണമല്ലോ. പിന്നെ ഫാന്റസി ഡേ ഡ്രീമിങ്, അതൊരു കൈൻഡ് ഓഫ് വിഡ്രോവൽ ആണ്. പലപ്പോഴും ആളുകൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പതുക്കെ നല്ല രീതിയിൽ അതിനെ ഡ്രീം ചെയ്ത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ നന്നായിരുന്നു, ഒരു ഫെയിലിയർ സംഭവിച്ചു അതിന് എക്സാമ്പിൾ ഞാനത് ജയിച്ചതായിട്ട് ഡ്രീം ചെയ്യുന്നത്. ഇതെല്ലാം കൂടാതെ വേറെയും ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഡിസൊല്യൂഷൻ, അതുപോലെ തന്നെ ഈഗോ സെൻട്രിസം, റിയാക്ഷൻ ഫോർമേഷൻ. നമ്മളുടെ ഒരു ഫീലിങ്സും ആറ്റിറ്റ്യൂഡും കാണിക്കുന്നതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർമേഷൻ എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്യുക, ഒരു കാര്യങ്ങളെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. റിയാക്ഷൻ ഫോർമേഷൻ ഒരുമിച്ചാണ്. അൺകോൺഷ്യസ്ലി ചിലപ്പോൾ പലപ്പോഴും ഒരു അൺവാണ്ടഡ് ആങ്സൈറ്റി അങ്ങനെയുള്ളതൊക്കെ വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പൊതുവെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും പെൺകുട്ടിയെ, പക്ഷെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവൻ അട്രാക്റ്റഡ് ടു ഹെയർ ആണ്, അവളോട് താല്പര്യമുണ്ട്, പക്ഷെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് റിയാക്ഷൻ ഫോർമേഷൻ. അൺകോൺഷ്യസ്ലി പലപ്പോഴും അതിൻ്റെ ഉള്ളില് ഇഷ്ടമാണ്, പക്ഷെ അവളെ എപ്പോഴും ഒന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എനിവേ, ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരു 1.5 മണിക്കൂറോളം ഇരുന്നല്ലോ. ഓക്കെ then bye. Thank you, ma'am. 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 Thank you, ma'am.